ഞാൻ പറഞ്ഞു വേണ്ട, സന്തോഷത്തോടെ കൊടുത്ത ഒരു ഞങ്ങളുടെ അകത്തുനിന്ന് സന്തോഷത്തോടെ കൊടുത്ത ഒരു ഏപ്പരാച്ചിയാണ് കൊണ്ടുപോയത്. ഞങ്ങൾക്ക് തിരിച്ചു വാങ്ങാൻ ഒരു താല്പര്യമില്ല. വേറൊരു കാര്യം ഇവിടെ, ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഒരു പുണ്ടച്ചുമോൻ നേരെ അവിടെ ചെന്നിട്ട് പറയുക ഇവന്മാരെ ഈസി ആയിട്ട് അടിക്കാടാ, ഇവന്മാര് മറ്റേ വാണങ്ങളാ, ഫെയിം പോവെന്നുള്ള പേടിയാണെന്ന്. ടി വിക്കകത്ത് കയറിയ പുണ്ടച്ചുമോൻ പറയുക. ടി വിക്കകത്ത് നമ്മള് അസൻസിയോ ആ പുണ്ടച്ചുമോൻ പറയുക അവിടെ പോയിട്ട്. അവിടെ ഞാൻ റാവാൻ കൂടെ കോള് വിളിച്ചിട്ട് അവനെ വിളിച്ച് ചോദിച്ചു എടാ ഇത് സത്യമാണോ എന്ന്. അന്നേരം പറയുക ഞാൻ അത് പറഞ്ഞ് അത് സത്യമാണെന്ന്. നമുക്ക് ഫെയിം പോവെന്നുള്ള പേടിയാന്ന് അളിയാ, നമുക്ക് ഫെയിം പോവെന്നുള്ള പേടിയാണ്, അതുകൊണ്ട് കുത്താൻ പേടിയാന്ന്. കണ്ടി ഈ കണ്ടി അളിയാ, ഇത് ഇവനെ പുറത്താക്കിയ ദിവസം തന്നെ ഞാൻ അറിഞ്ഞ കാര്യമാ. ഇത്രയും ദിവസം പറയണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ. ആ കണ്ടി അവിടെ പോയിട്ട് പറയുക എടാ ഈ കുണ്ണാളെ ഈസിയായിട്ട് അടിക്കാം, ഇവന്മാരെ ഈസിയായിട്ട് അടിക്കാം, ഇവന്മാർക്ക് ഫെയിം പോവെന്നുള്ള പേടിയാണ്, ഇവന്മാർക്ക് കുത്താൻ പേടിയാണെന്ന്. എന്നിട്ടാണ് നമ്മുടെ കൂട്ടത്തിലെ പ്ലേയേഴ്സിനെ വലിക്കാനുള്ള പരിപാടിയും മറ്റേ ബാക്കിയുള്ള അതും ഇതും എല്ലാം ഇവിടുന്ന് നോക്കിയത്. ബാക്കി ഓക്സിയുടെ അടുത്തും ഇവരുടെ അടുത്തും ഒക്കെ കഴിഞ്ഞ രായനും ഓക്സിക്കും ഇവർക്കും എല്ലാം അറിയാം ഇവിടുത്തെ പ്ലേയേഴ്സിനെ വലിക്കാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്തൊക്കെയാണ് ചെയ്തതെന്ന്. എടാ നിന്റെ അത്രയൊന്നും അതപ്പതിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ലടാ. ആദ്യം നീ മനസ്സിലാക്ക്, നീയൊക്കെ ഒരു KV പോലത്തെ ഗ്യാങ്ങിൽ നിന്ന് 4-5 പേരെ വലിച്ചിറക്കിയിട്ട് ടി വിയുടെ ഇത് എൻ്റെ വോയിസ് റെക്കോർഡുണ്ട്. നിന്റെ അമ്പി ഇതില്ലെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറത്തെ ഓഡിയോ ഞാൻ യൂട്യൂബിൽ വന്ന് പ്ലേ ചെയ്യും. നിന്റെ അമ്പിക്കുണ്ണ ഉണ്ടല്ലോ, അവൻ നാളെ വന്ന് ഇത് സമ്മതിച്ചില്ലെങ്കിൽ, ഇത് തിരിച്ചെടുക്കാന്ന് പറഞ്ഞ് സമ്മതിച്ചില്ലെങ്കിൽ ആദ്യം ഞാൻ ഇവിടെ ഇരുന്ന് പ്ലേ ചെയ്യും. മനസ്സിലായ? നിന്റെയൊക്കെ ഒരു ഗ്യാങ്, നീയൊക്കെ വലിയ മഹിമ പറയണ ഗ്യാങ്. എടാ ഒരു കണ്ടി, അത് ഒരു കണ്ടി, ഒരു കൂട്ട കണ്ടികൾ ചേർന്നത്. മനസ്സിലായ? എന്നിട്ട് നീയൊക്കെ നിങ്ങൾ ഈ ലൈവ് വരുമ്പോ കേൾക്കുന്നത് മാത്രം ഇരുന്ന് മാസാക്കല്ലേ ഗൈസ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവനൊരു A ക്ലാസ് കണ്ടിയാ, പറയാതിരിക്കാൻ വയ്യ. എടാ വിഷയം മാസീനാ. എടാ നിന്റെ അമ്പിക്കുണ്ണേക്കാളും അണ്ടിക്ക് ഉറപ്പുള്ള ആൺചർക്കനാടാ ഞാൻ. ലൈവിലിരുന്ന് മെസ്സ് പറഞ്ഞിട്ട് ഓഫ്ലൈനിൽ ചൂപ്പി കൊടുക്കത്തില്ല. അതെങ്കിലും ഞാൻ ചെയ്യത്തില്ല. മനസ്സിലായ? അത് ഞാൻ ചെയ്യത്തില്ല. അത് നിന്റെ അമ്പി ചെയ്യും. അത് വൈകുന്നേരം ആവുമ്പോ വരും ചൂപ്പാൻ. വരും. ഇങ്ങനെ ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതാ എന്നെ വിളിക്കുന്നു, കോള് വിളിക്കുന്നു. 1 മിനിറ്റ് ഇപ്പൊ തന്നെ പറയാം. ഹലോ, ഞാൻ ലൈവിൽ സംസാരിച്ചോണ്ടിരിക്കണ എന്ത് പറ്റി? സ്പീക്കറില. പ്രൂഫ് വേണോ? ഫോട്ടോ പ്രൂഫ് കിട്ടിയില്ലേ? അല്ല എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയല്ല. എനിക്ക് ഇതിൽ കൂടുതൽ വേറെ ഒരു അണ്ടിയും പറയല്ല. മനസ്സിലായ? കോൺട്രവേഴ്സി ആക്കുന്നൊന്നുമല്ല ഗൈസ്, ഇവന്മാർക്ക് ഒരു വിചാരമുണ്ട്. ഈ മറ്റേ RX സെന്ററിനകത്ത് കൊച്ചു കുട്ടികൾക്ക് ഇവന്മാരെന്തോ വലിയ സംഭവമാണ്, എന്തോ മറ്റേ വലിയ സാധനമാണെന്ന് മറ്റേ ഇതെന്നുള്ള രീതിയിൽ മറ്റേ കോൺട്രവേഴ്സി ചില്ലർ താളമല്ല ഇവന്റെയൊക്കെ. കഴിഞ്ഞ ദിവസം ഇരുന്ന് പറഞ്ഞ കേട്ട് സെർവറിൽ മറ്റേ എന്തോ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. എടാ നീയൊക്കെ സെർവറിൽ കളിച്ചില്ലെങ്കിലും ഒരു അണ്ടിയില്ല. പോയാ നീയൊക്കെ പോയി. ആർക്ക് പോയി? നിന്റെ കൂട്ടത്തിൽ ഒരു 30 അണ്ടികൾ സെർവറിൽ നിന്ന് ഇറങ്ങുന്നതല്ലാതെ ഈ സെർവറിന്റെ രോമത്തെ പോലും ബാധിക്കൂല. നീയൊക്കെ ആരാണ് നിന്റെ വിചാരം? 25 ലക്ഷം രൂപയ്ക്ക് നീ സെർവർ മുമ്പ് വന്ന് എന്ത് മുമ്പാൻ? ഗ്യാങ് ഹൗസ് നാട്ടുകാരുടെ നിന്ന് പിരിവിട്ടാ പണിതത്, പിന്നല്ലേ 25 ലക്ഷം രൂപയുടെ സെർവർ. അളിയ സെർവർ ഒന്നും പണിയാൻ പോണില്ല അളിയ. എക്സ്ലാൻഡിസ് പോലെ സെർവർ ഒന്നും പണിയാൻ പറ്റൂല അളിയ. ഇവനെ കൊണ്ടൊന്നും പബ്ലിക്കിൽ വെല്ലുവിളിക്കുക ഞാൻ. എക്സ്ലാൻഡിസ് പോലത്തെ സെർവർ ഒന്നും ഈ വാണങ്ങളെ കൊണ്ട് പോയിട്ട് ഇവന്റെ അപ്പന്മാര് വന്നാൽ പോലും നടക്കൂല പണിയാൻ. പിന്നല്ലേ ഇവൻ പണിയുന്നത്. അവന്റെയൊക്കെ വർത്താനം കൊട്ടപ്പൂറിമനെ പോടാന്ന്. നിന്റെ വീട്ടിൽ ചെന്ന് അതൊക്കെ നിന്റെ തന്തയെടുത്ത് അതൊക്കെ നിന്റെ തന്തയെ വിളിച്ചിട്ട് അവന്റെ അടുത്ത് പറഞ്ഞാൽ മതി, എന്നോടല്ല. മനസ്സിലായ? അതൊക്കെ അവന്റെ തന്തയെടുത്ത് മതി, നിന്റെ തന്തയെടുത്ത് വർത്താനമൊക്കെ. ഒരു പ്രശ്നമില്ല. നിനക്കൊക്കെ എന്താ പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ പറഞ്ഞോ. എടാ നീയൊക്കെ
എടാ നിങ്ങൾക്ക് മനസ്സിലൊരു വിചാരമുണ്ട് നീയൊക്കെ എന്തെങ്കിലും ആയ. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയോ, വന്നതിന്റെ അന്ന് ഒരു തല്ലുകൊണ്ട് നിങ്ങൾ ഈ പറയണ നിങ്ങൾക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും അപ്പായത് നീയൊക്കെ എപ്പോഴും അപ്പായത് ഒരുമിച്ച് വന്നിരുന്ന് പറഞ്ഞവന്മാർ ഇപ്പൊ 2 ചേരിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളക്കി വിളിക്കണം. നീയൊക്കെയാണോ മറ്റേ ഇതായെന്ന് പറഞ്ഞേ? അവന്റെയൊക്കെ വർത്താനം അവന്റെയൊക്കെ. സമാധാനം എല്ലാവർക്കും. ഇല്ല ഞാൻ നീ ഇപ്പൊ ലൈവ് ഇട്ട് നിർത്തിയ ഞാനിപ്പോ ലൈവ് ഇട്ട് വീണ്ടും കുറച്ചുകൂടെ അവരാധിക്കും. സത്യമായിട്ട് ഞാൻ പറയാം. ഞാൻ കുറച്ചുകൂടെ അവരാധിക്കും. അളിയ ഇതൊരു ലൂപ്പാ. ഞാൻ ജീവിതം വെറുത്തളിയാ. ഇതൊരു ലൂപ്പാ. ഞാൻ എല്ലാത്തെയും നിർത്തി വീണ്ടും വരുമ്പോ രാത്രി 1 മണിയാകുമ്പോ 2 മണിയാകുമ്പോ എന്നെ കോളിൽ അടിയും. എന്നിട്ട് 1 മണിക്കൂർ സംസാരിക്കും. ഒരു മണിക്കൂർ സംസാരിക്കും. അണ്ണാ ബ്രോ എന്നൊക്കെ പറഞ്ഞ് മറ്റേ സംസാരിച്ച് 1 മണിക്കൂർ എന്നെ ഇതാക്കിയിട്ട് വീണ്ടും ഇതാക്കും. ഇത് തന്നെ. ഇതിനകത്ത് ഇടപെടണ്ടെന്ന് വിചാരിച്ചാലും ഇത് തന്നെ അളിയാ. എന്നിട്ട് അളിയ ഈ ഓഫ്ലൈനിൽ പറയണ ഒരു കാര്യം ഓൺലൈൻ വരുമ്പോ പുള്ളി മാസാ. ഇനി ഞാൻ കോൾ എടുക്കത്തില്ലല്ലോ. ഇനി ഞാൻ കോൾ എടുക്കത്തില്ല. Only one RSS member was involved in PD situation. എടാ എന്തോ ആയിക്കോട്ടെ. അന്നേരം അവിടെ വെച്ചിട്ട് കൂട്ടത്തിലുള്ള മെമ്പേഴ്സ് പറഞ്ഞു RSS മെമ്പേഴ്സ് ഉണ്ടെന്ന്. അപ്പൊ അവിടെ വെച്ച് സംസാരിച്ചു. അത് സംസാരിച്ചു എന്ന് പറഞ്ഞു. നീയൊക്കെ മറ്റേ കൊലപാതകം നടത്തുന്ന പോലെ ചോദ്യം ചെയ്യാൻ നീയൊക്കെ ആരാ? നമ്മള് സംസാരിക്കും. നീയൊക്കെ ആരാ? നിനക്കൊക്കെ അടപ്പിക്കാൻ പറ്റുമോ? അവന്മാരത്ര നല്ലവരൊന്നുമില്ല. ഇതിപ്പോ RCZന്റെ ലൈവ് ഒന്നും അല്ലല്ലോ, ടിവിയുടെ ലൈവ് അല്ലേ. നീ എല്ലാ നമ്മുടെ പ്ലേയേഴ്സിന്റെ പേഴ്സണൽ ലൈഫ് റേസിസം ബോഡി ഷേമിംഗ് ആണ് ചാറ്റിൽ. എന്നിട്ട് ആ സ്ട്രീമേഴ്സിനെ പോലും മോശമായി നിർത്താൻ പറയണില്ല. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ. എടാ ഇവന്മാരുടെ ചരിത്രം ഞാൻ പറയാൻ തുടങ്ങിയ ഇവിടെ ഇറ്റാച്ചി രായന് ഓക്സി ബാക്കി അടക്കം എല്ലാവർക്കും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. മിണ്ടാതിരിക്കുന്നത് നിന്റെയൊക്കെ നല്ലതിനാ. ഇപ്പോഴും ഞാൻ പറയുക. പിന്നെ നീയൊക്കെ എക്സ്ട്രീം വെറുപ്പിച്ചിട്ട് ഈ സെർവറിൽ കളിക്കത്തില്ല. എടാ നീക്കൊക്കെ അത്രയ്ക്ക് അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ വേറെ സെർവർ പോടാ. എന്തിനാണ് നക്കി നിൽക്കുന്നേ? നീയൊക്കെ വേറെ സെർവറിൽ പോയി കളിയടാ. അത്രയ്ക്ക് സെൽഫ് റെസ്പെക്ട് ഉള്ളവനാണെങ്കിൽ വേറെ അടുത്ത് പോയി കളിയടാ. നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുറെ സത്യങ്ങളുണ്ട്, വെറുതെ പറയാത്തതാ. അത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങിയവരടക്കം കുറെ പേർക്ക് അത് ഹേറ്റ് കിട്ടും. അതുകൊണ്ട് ആ വാ പൊത്തി ഇത്രയും നാളായിട്ട് മിണ്ടായിരിക്കുന്നത്. ദയവ് ചെയ്ത് അത് പറയിക്കരുത്. അത്രേ പറയുള്ളൂ, വേറെ ഒന്നുമില്ല. നിന്റെയൊക്കെ മറ്റേ അണ്ണന്റെ മാന്യം കളി നിന്റെയൊക്കെ. എടാ ടിക്കറ്റ് ഒന്ന് വലിച്ചേക്കണടാ. എത്ര സമയത്തിനുള്ളിൽ ടിക്കറ്റ് എടുക്കണമെന്നാ? ഉത്തരം മുട്ടിയെങ്കിൽ അത് പറയാമെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തിനാ നിനക്ക് ഉത്തരം വേണ്ടെന്നേ? ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാം. സിറ്റിയിലെ ഏറ്റവും വലിയ തല്ലുകളാണെന്ന് ചോദിച്ചാൽ MRC എന്ന് 1 ആഴ്ച മുമ്പ് വരെ പറയുമായിരുന്നു. നീയൊക്കെ പിരിയുന്നവരെ അതിന് ഉത്തരവുണ്ട്. പിന്നെന്താ സിറ്റിയിലെ ഏറ്റവും വലിയ അമ്പി ആരെന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവുണ്ട്. ഒന്നിനും ഉത്തരവില്ലാഴികയില്ല, എല്ലാത്തിനും ഉത്തരവുണ്ട്. ഉത്തരവില്ലാഴിക ഒന്നിനും ഇല്ല. നീ എന്ത് ക്വസ്റ്റ്യൻ വേണം ചോദിച്ചോ, അതിനെല്ലാം ഉത്തരം പറഞ്ഞുതരാം ഞങ്ങള്. നീ പിന്നെ ഉത്തരവില്ലായ്മ എന്നുള്ളത് കാര്യം പറയല്ലോ. അതെ, ബ്രോ അപരാധിക്കാൻ അറിയത്തില്ലെന്ന് വിചാരിക്കല്ലേ. ഞങ്ങൾ ഈ കുറെ ഓഫ്ലൈൻ ഇരുന്ന് കേട്ടിട്ട് കുറച്ചൊക്കെ ഫേവർസും കാണിച്ചു പോയതാ. മനസ്സിലായ? പരിഷ്കാരി വേണ്ട. അല്ല വേറെ ഇറ്റാച്ചി നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരുത്തിനായിരുന്നു അവരാഴ്ചയായിരുന്നോടാ? ചെറുതായിട്ട്. അതിന്റെ റിപ്ലൈ ഒന്ന് പറഞ്ഞേക്കടാ. പറഞ്ഞേരെ. നീ ധൈര്യമായിട്ട് പറഞ്ഞു. അല്ലല്ല, ഞാൻ അതിനോട് കൊടുത്തായിരുന്നു 2 ദിവസം മുന്നേ. സംഭവം ഇത്ര ഉള്ളതാണ്. ഓക്സി തിരിച്ചു കയറിയ സമയത്ത് അല്ലല്ല വെയിറ്റ് ഓക്സിനെ, അതായത്
കൺവിൻസ് ചെയ്ത് അവിടെ കേറാൻ വേണ്ടിയിട്ട് എടാ ഇറ്റാച്ചിക്ക് ഒന്നും വാച്ചിങ് ഇല്ല കണ്ടോ അവനൊക്കെ തിരിച്ചു കയറിയതല്ലേ ടി വി ഇത് നമ്മുടെ കൂടെ ടി വിയിൽ കളിച്ചു നടന്ന പയ്യനാണ് മനസ്സിലായ അപ്പൊ അവൻ വന്നിട്ട് പറഞ്ഞു ഇറ്റാച്ചിക്ക് ഒന്നും വാച്ചിങ് ഇല്ലടാ അവിടെ ആകെ രണ്ടുപേർക്കൊക്കെ എന്തോ വാച്ചിങ് ഉള്ളൂ നീയൊക്കെ കേറിയ നിന്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പറയുന്ന കുണ്ണയുടെ മെയിൻ ഗ്യാങ്ങിലുള്ളവന്റെ 100 ഇരട്ടി വാച്ചിങ് കൊണ്ട് ഇവിടുത്തെ ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലായ. അവൻ എത്ര വാച്ചിങ് ഉണ്ട്? ഈ വാച്ചിങ്ങിന്റെ കണക്ക് പറയുന്നവൻ അവന്റെ ലൈവിൽ പോയിരുന്നു മുമ്പാൻ പറ അവനോട്. വാച്ചിങ്ങിന്റെ കണക്ക് പറഞ്ഞോണ്ട് വരുന്നവൻ സ്വന്തം മാച്ചിങ് നോക്കിയാ പറയടാ എടാ ഞാൻ പറയട്ടെ, നിന്റെ അമ്പിക്കുണ്ണക്ക് ഞാൻ ലീഡറായിട്ട് ഇവിടെ നിൽക്കുന്നത്, നിന്റെയൊക്കെ ലീഡർ അതല്ലേ. എന്റെ വാച്ചിങ് പൊട്ടിച്ചിട്ട് വാച്ചിങ്ങിനെ പറ്റി സംസാരിക്കടാ. എന്റെ വാച്ചിങ്ങിന്റെ 7 അയലത്ത് കൊണ്ടുവന്നിട്ട് സംസാരിക്കടാ നീയൊക്കെ. നമ്മളെ ടോപ്പിക് അല്ലാണ്ട് ഇല്ലാത്ത സമയത്ത് അവന്മാരുടെ ഇത് കണ്ടാ മതി. നമ്മളെടുത്തിട്ടാലേ എന്തെങ്കിലുമൊക്കെ കിട്ടത്ത പോലും ഉള്ളു. കുറച്ച് ദിവസമായിട്ട് ഇതിനകത്ത് മറ്റേ കൊച്ചുകുണ്ണാളില്ലേ, കൊച്ചുകുണ്ണാൾ ഇരുന്ന് അവരാധിക്കാൻ തുടങ്ങി കുറച്ച് ദിവസമായിട്ട്. നമ്മുടെ കാര്യം നോക്കിയിട്ടാണ് ഇവന്മാരൊക്കെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കണത് മനസ്സിലായില്ലേ. ഞാൻ പറഞ്ഞു അതായത് നോക്കിയനെ വെച്ചൊക്കെ കമ്പയർ ചെയ്തിട്ട് പറഞ്ഞ അവൻ ഇത്രയും വാച്ചിങ് ഉണ്ട്, ഇവിടെ കയറി കഴിഞ്ഞാൽ അത് നിനക്ക് ഉണ്ടാക്കാം, അവിടെ കയറി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ മനസ്സിലായി മൊത്തം നിന്നെ പിടിച്ച് താക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ കൺവിൻസ് ആയിരുന്നു. ഒരാളുടെ കൺവിൻസ് ആരാണെന്ന് പറഞ്ഞാൽ അറിയല്ല, മൊത്തം കൺവിൻസ് ആയിരുന്നു അങ്ങനെ. എന്നിട്ട് നിനക്ക് നീ ആലോചിച്ച് കണ്ട് പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ അവൻ പറഞ്ഞു നീ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അത്രേ ഉള്ളു, വേറൊന്നും ഉണ്ടായില്ല. അത് കേൾക്കുമ്പോ എന്താ പറയാ, ഇപ്പോഴും അവന്മാര് നമ്മുടെ കാര്യമാണല്ലോ നോക്കണേ എന്നുള്ള ഒരു ഇത് ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊക്കെ നമ്മുടെ കാര്യം നോക്കി മിണ്ടാണ്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞു തുടങ്ങുമ്പോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കേറിയിട്ട് അല്ല ഞാൻ പറയാം, ഞാൻ ഇവിടെ തിരിച്ച് കയറിയപ്പോഴും അണ്ണൻ പറഞ്ഞു വെച്ചാൽ അവിടെ കഴിഞ്ഞത് കഴിഞ്ഞ് അവരെ പറ്റിയിട്ട് ഒന്നും പറയാനോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ലൈവ് ഇന്നേ വരെ ഒരുത്തന്റെ കാര്യം നമ്മൾ ലൈവിൽ പറയാൻ നിന്നിട്ടില്ല. അത് ഒന്നിച്ചിട്ട് നമ്മൾ ഒന്നും ഒരു ഹെയ്റ്റോ ഇന്നേ വരെ ഇതിന്റെ അകത്തുള്ള എടുത്ത് നമ്മൾ പറയാൻ പോയിട്ടില്ല. ശിവമാരി കാണിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും പോയി ഇരുന്നിട്ട് ഈ കാണിക്കുന്ന പരിപാടി, അത് ഈ നമ്മളെ ഇതാക്കണ പരിപാടി, അല്ലെങ്കിൽ നമ്മളെ വെച്ചിട്ട് ഇത് പറയണ പരിപാടി നമ്മൾ കുറെ അറിയുന്നുണ്ട്. വേണ്ടാന്ന് വിചാരിച്ച് വെച്ചിരുന്നിട്ടാണ് മിണ്ടായിരിക്കണം. പക്ഷെ ഈ ലാസ്റ്റത്തെ ഈ പരിപാടിയും കൂടി ആയപ്പോഴാണ് മൊത്തത്തിൽ പൊളിഞ്ഞത്. ഇനി മിണ്ടായിരിപ്പൊന്നുമില്ല, ഫ്ലഫി ഉള്ളതെല്ലാം വിളിച്ച് പറയും. മനസ്സിലാവും. അവസാനം നീയൊക്കെ തന്നെ പിന്നെ പൊക്കി നടക്കാൻ നീയൊക്കെ തന്നെ ഇതാക്കേണ്ടി. അല്ലല്ല, ഈ സത്യം അറിയാത്ത ബാക്കി കുറച്ച് പേരെടുത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ടി വി എന്ന് അസൻസിയെ ഇറക്കിയതും അതുപോലെ KV എന്ന് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ ഇറക്കിയതും എല്ലാം ഫ്ലഫിയും ദിഗോഡ് ഇവരെല്ലാം ചേർന്നാണ് സംസാരിച്ച്, ദാമുനെ വിളിച്ച് സംസാരിച്ച്, കളി നിർത്തിപ്പോയവനെ വിളിച്ച് സംസാരിച്ച് എല്ലാം ഇതാക്കിയിട്ട് അവനാണ് ഇവരെ എല്ലാം ഇറക്കിയത്. ഇറക്കി കഴിഞ്ഞപ്പം ഷെയ്ക്കിനോട് ചെന്നിട്ട് ഈ ഇറങ്ങിയ ആൾക്കാർ പറഞ്ഞ ഡിമാൻഡ് എന്തോന്നറിയോ നിങ്ങൾക്ക്? ഇറങ്ങിയ ആൾക്കാർ പറഞ്ഞ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 10 സ്ലോട്ടും T47 10 സ്ലോട്ടും പ്ലസ് ദാമുവിന് കോലീഡർ എങ്കിലും മാത്രമേ അവർ കളിക്കുള്ളൂ. അപ്പൊ ഈ അമ്പി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പുള്ളി ആദ്യം പറഞ്ഞ് ഓക്കെ നമുക്ക് സെറ്റാക്കി തരാമെന്ന്. എന്നിട്ട് ഞാൻ ലൈവിൽ അവരാധിച്ചപ്പോഴത്തേക്കിന് ഇത് മാറ്റി. ഞാൻ എന്നിട്ട് കഴിഞ്ഞ ദിവസം ബ്രാവോയെ വിളിച്ചപ്പോൾ ബ്രാവോ രാത്രിയിൽ എന്നെ കോളിൽ ആഡ് ചെയ്ത് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോളിൽ ആഡ് ചെയ്തപ്പോഴും ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. എനിക്ക് അന്നും ഇന്നും പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവനെ എടുത്ത ഊമ്പി എന്നുള്ളൊരു കാര്യം ഞാൻ അന്നും ഇന്നും അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കും എനിക്ക് ഒരു പ്രശ്നമല്ല, എടുക്കുന്നതിൻ്റെ അന്ന് ഞാൻ ഇവരെ ഹോസ്റ്റൽ എടുക്കും, അതിലൊന്നും വിചാരിക്കരുത് എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു ഇതാക്കി ഞാനന്ന് ഫോൺ വെച്ചു. അന്നേരം ഫോൺ വെക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് പുള്ളി പറയുക, നമ്മൾ എടുത്തും പോയി നമുക്ക് ഇവന്മാരെ വേണ്ടതാനും. എൻ്റെ കയ്യിൽ ഇതിൻ്റെ വോയിസ് റെക്കോർഡുണ്ട്, ഇപ്പോഴും ഞാൻ പറയുവാണ് എൻ്റെ കയ്യിൽ ഇതിൻ്റെ വോയിസ് റെക്കോർഡുണ്ട്. കണ്ണാ എൻ്റെ മറ്റേ ഫോണിൽ എടുത്തു വന്നേ, സൂപ്പർ ട്രൈഡ് അതിനകത്ത് എന്റെ ലെഫ്റ്റ് സൈഡിൽ എടുത്തിട്ടോ. എന്റെ ഇതിന്റെ വോയിസ് റെക്കോർഡ് ഉണ്ട്. എന്നോട് പറഞ്ഞതാണ്, ഞങ്ങൾ ഇവന്മാരെ എടുത്തും പോയി ഗതി കേട്ടിട്ട് എനിക്കിനി ഒന്നും വയ്യ, എനിക്കിനി ഇവന്മാരെ വേണ്ട, നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോന്ന് ഞങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുക. KVയിൽ പറഞ്ഞിട്ട് ഇവന്മാരെ 4 പേര് തിരിച്ചെടുക്കാവോന്ന്. എടാ നിന്റെയൊക്കെ പോലത്തെ മറ്റേ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ലോകത്തിലെ ഏത് കണ്ടിയും കൊണ്ട് കളിപ്പിക്കുന്ന ഗ്യാങ് അല്ല നമ്മുടെ, മനസ്സിലായ? നീയൊക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ച് തുപ്പിത്തരുമ്പോ അവനെ കൊണ്ടുവന്ന് ഇതിനകത്ത് കളിപ്പിക്കേണ്ട ഗതികേടൊന്നും TVയ്ക്കില്ല, മനസ്സിലായ? TVയ്ക്കും ഇല്ല, KVയ്ക്കും ഇല്ല. എൻ്റെ അടുത്ത് പറയുക, ഞാൻ പറയുവാണ് നിങ്ങൾ ദയവ് ഇത് തിരിച്ചെടുക്കുമോന്ന്.
ഇവ വിളിച്ചോണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോ എന്റെ പെമ്പറ നോത്തിയല്ലേ അവൻ പറഞ്ഞ ഞാൻ കേക്കാൻ. ഓക്സി PC at Eagle Gaming എന്താ പറഞ്ഞടാ? ഓക്സി PC അതും പറഞ്ഞു. അതായത് ആ. ഫ്ലഫി മറ്റേ അല്ല, ഇവൻ ഓക്സി ടിവിയെ കയറിയ ടൈമില് ഫ്ലഫി അതായത് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ആ PC-യുടെ കൂറെങ്കിലും കാണിക്കണമെന്ന് പറഞ്ഞോണ്ട് മറ്റേ PC-യുടെ കണക്ക് പറഞ്ഞു. PC-യുടെ കണക്കാവൻ പറ അവൻ ആര്? ചെയ്തു കൊടുത്തിട്ടുണ്ടോ? നിക്ക്. ഫ്ലഫി, നിന്റെ അടുത്തൊരു കാര്യം ഞാൻ പറയാം. നീ MRC കയറുന്നതിന്റെ തലേദിവസം പോലും കണക്ക് പറയാനാണെങ്കിൽ കുറെ കണക്ക് പറയാനുണ്ട് ഫ്ലഫി. അതുകൊണ്ട് നീ അത് ആലോചിച്ച് വേണം സംസാരിക്കാൻ. നീ MRC കയറുന്നതിന് തലേദിവസം എന്റെ വീട്ടിലുണ്ടായിരുന്നവനാണെന്ന് നീ ആലോചിച്ച് വേണം. മനസ്സിലായ? നീ മറ്റേ ഇതിന്റെ കണക്ക് നീ എന്ത് അണ്ടി ചെയ്തടാ ഓക്സിക്ക് വേണ്ടി? ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല, മനസ്സിലായോ? നീ എന്ത് അണ്ടി ചെയ്ത്? നീ എന്ത് നിനക്ക് പറയാൻ എന്ത് യോഗ്യതയുണ്ട് PC-യുടെ നന്ദിയൊക്കെ പറയാൻ? ഈ കണക്ക് പറച്ചിലുണ്ടല്ലോ, ഈ കണക്ക് ഒരുമാതിരി ഊമ്പിയവന്റെ ഒരു സംസാരമുണ്ട്. അന്ന് ഞാൻ ഇറ്റാച്ച് എറിഞ്ഞ് ഇട്ടതാണ്, മനസ്സിലായോ? ഒരുമാതിരി ഊമ്പിയ വർത്താണ്. ഞാൻ കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ പിന്നെ ഫ്ലഫി, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം. നിന്റെ അണ്ണന് ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ എടുത്തോണ്ട് നീ ഓക്സിയുടെ PC തിരിച്ചെടുക്കുന്നതിന്റെ ദിവസം അവന്റെ കയ്യിൽ വേറൊരു PC ഉണ്ടാവും. ഇത് എന്റെ വാക്കാ. ഇപ്പോഴും ഞാൻ പറയാം. നീ നിനക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിന്റെയൊക്കെ കൂട്ടത്തുള്ളവന്മാർക്ക് അത്രയ്ക്ക് കണക്ക് പറയാനുണ്ടെങ്കിൽ നാളെ എടുത്തോണ്ട് പോകണം ആ PC അവന്റെ വീട്ടിൽ നിന്ന്. പക്ഷെ നാളെ തന്നെ അവൻ ലൈവ് വിടും. നിനക്ക് കാണണോ? നിനക്ക് അണ്ടിക്ക് ഉറപ്പുണ്ടേ നാളെ അവൻ നീ എടുത്തോണ്ട് പോകണ ദിവസം അവനൊരു PC കിട്ടിയില്ലെങ്കിൽ എന്റെ സാമാനം വെട്ടി ഞാൻ കടലെറിയും. നിനക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുമെങ്കിൽ. അവന്റെ വർത്താനം കണക്ക് പറച്ചിലൊക്കെ കയ്യിൽ വെച്ചാൽ മതി ബ്രോ. അങ്ങനെയാണെങ്കിൽ നിന്റെയൊക്കെ കൂട്ടത്തിൽ എനിക്ക് പറയാൻ കുറെ കണക്കുണ്ട് നിന്റെയൊക്കെ കൂട്ടത്തില്. പപ്പടത്തിന്റെ PC ആരെ മേടിച്ചു കൊടുത്തെന്ന് ചോദിച്ചു നോക്കിയടാ. നീ ചോദിച്ചു നോക്കിയ ഓരോരുത്തന്മാരുടെ അടുത്ത്. അങ്ങനെ പറയാനോ? എനിക്ക് ഒരുപാട് കണക്കുണ്ട്. എനിക്കിതൊന്നും നിന്റെയൊക്കെ കൂടെ മറ്റേ എച്ചിത്തരം പറയേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. മനസ്സിലായ? അവന്റെയൊക്കെ PC-യുടെ കണക്കും പറഞ്ഞോണ്ട് നമ്മുടെ അടുത്തോട്ട് വരണം. എടാ ഓക്സി ഉണ്ടോടാ ഇവിടെ? ഓക്സിയെ വിളിച്ചിട്ട് ആ PC കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ. നാളെ അവന്റെ വീട്ടിൽ വിടുന്ന ഒരു PC. അവന്റെ PC-യുടെ കണക്ക് കൊണ്ട് കൊടുക്കാൻ പറയടാ. അത് കൊണ്ട് കൊടുക്കാൻ പറ PC. ഇത് പറഞ്ഞോട്ടെ എന്റെ അടുത്ത് പറയണ അതിന്റെ ഈ പറഞ്ഞ ഇവനുണ്ടല്ലോ, അവനൊന്നും ഒരു ഇതിൽ നിന്നിട്ടില്ല, മനസ്സിലാക്കാം. അവൻ ഇതില് എത്ര പൈസ ഇട്ടിട്ടുണ്ട്? 500 രൂപ 1000 രൂപ ഇട്ടിട്ടുണ്ടോ? അത് അവന്റെ വായിലേക്ക് അടിച്ചു കൊടുത്തിട്ട് ആ PC അവന്റെ വായിലടിച്ചു കൊടുത്തിട്ട് PC വായടിച്ച് തന്നെ കൊടുക്കാൻ പോണ, മനസ്സിലായോ? അത് തന്നെയായിരുന്നു പ്ലാന്. PC അങ്ങ് വായിലടിച്ചു കൊടുത്തിട്ട് നമുക്ക് വേറെ PC വേണമുള്ള ഇതുണ്ട്. പിന്നെ PC ഉണ്ടാക്കിയിട്ട് വേണമല്ലോ ഇവനെ ആർപ്പ് കളിയും. എടാ PC എന്റെ ഇടന്ന് വിളിയാവേ. അണ്ണ മാസമാണ് വിത്തൗട്ട് M. അതെ. ഞാനൊരു കാര്യം പറയട്ടെടാ. ഞാൻ നിന്റെ അടുത്തൊക്കെ ഒരു കാര്യം പറയാം. നിന്റെയൊക്കെ കൂട്ട് ഗ്യാങ് ഹൗസ് പണിയാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ ഒന്ന് പിരിക്കേണ്ട ഗതികേട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് അറ്റ്ലീസ്റ്റ് വന്നിട്ടില്ല. ഇതുവരെ അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ബ്രോ നമുക്ക് കുറച്ചൊരു ആവശ്യമുണ്ട്, ബ്രോക്ക് പറ്റുന്ന എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് ഇതുവരെ ഈ കൂട്ടത്തിൽ ഒരാൾ പോലും ചോദിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല ബ്രോ. മനസ്സിലായോ? ആ ഒരു വ്യത്യാസമുണ്ട്. അവിടെ നോക്കിയ മാത്രം പീഡിയിലുള്ള അവനെ PDRP വെറുതെ ഹേറ്റ് കൊടുക്കല്ലേ. ഞാനാണോ നോക്കിയുടെ പേര് പറഞ്ഞു ഇത്ര നേരം? നീയല്ലേ ഇവിടെ വന്നിരുന്ന് കമന്റ് ഇട്ട് അവനെ ആരെങ്കിലും പറഞ്ഞു ഇത്ര നേരം അവന്റെ പേര്? ഒരു മെമ്പർ അവിടെ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നീ അവനെ ഹേറ്റ് കൊടുക്കാൻ വന്നത് നമ്മളല്ലേ? സ്വന്തം കൂട്ടുകാരനെ ചോദിച്ചല്ലോ. എനിക്ക് ഇത്ര ഒരു കാര്യം പറയട്ടെ. ഞാൻ സത്യം പറയടാ. ഐഡന്റിറ്റി പോലും റിവീൽ ചെയ്യാൻ നട്ടലില്ലാത്ത മറ്റേ കൊച്ചു പിള്ളേരില്ലടാ. ഇവന്മാരുടെ വ്യൂവേഴ്സ്. എനിക്ക് മെസ്സേജ് അയക്കുന്നവന്മാരെ പറയാം. നിനക്കൊക്കെ അത്രയ്ക്ക് നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് അല്ലാതെ മെസ്സേജ് അയക്കും. ഞാൻ നിനക്ക് എന്റെ നമ്പർ തരാം, എന്ത് വേണം തരാം. നിന്റെയൊക്കെ വർത്താനം കേട്ടാ നീയൊക്കെ ഇന്ന് നാളെ നമ്മളെ അങ്ങ് തൂക്കിക്കൊല്ലും എന്നുള്ള രീതിയിലാ. എടാ കൊച്ചുകൊണ്ടുകളെ സ്കൂളിൽ പോടാ. പോയി വെള്ളം പഠിച്ച് വീട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നോക്ക്. ബോംബ് എന്ന് പറയുന്നത് ബോംബ് പോകുന്നില്ല. അത് സംഭവം പണ്ട് മറ്റേ ബെല്ലാരിയുടെ VC-യില് മറ്റേ രാണന് ഒരു ക്ലാസ് എടുത്തെന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടാ? ആ സംഭവമാണ്. അപ്പൊ അതില് അതായത് നോക്കിയ എന്തോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ അടുത്തൊക്കെ നോക്കിയ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ നിന്റെ മറ്റേ ആ അമ്പിക്കുണ്ണയില്ലേ അവന്റെ വായിക്കകത്ത് വെച്ച് പ്ലേ ചെയ്യണം. പ്ലേ ചെയ്ത് അവന്റെ വായിക്കകത്ത്. ഇവിടെ തിരിച്ചു വന്ന എല്ലാവർക്കും
എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടോ അവർ ഏത് സാഹചര്യത്തിലാണെന്ന് അവർ ലൈവ് ഇട്ട് പറയാത്തതിന്റെ ഒരൊറ്റ കാരണം ഞാൻ മാത്രമുണ്ട്, ഞാൻ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്നുണ്ടാ. അത് ലൈവ് ഇട്ട് പറയുമ്പം ഇവിടെ കുറെ പേരുടെ മനസ്സിൽ വിഗ്രഹമായിട്ട് ഇത്ര നാൾ കൊണ്ടു കിടന്ന കുറച്ച് ആൾക്കാർക്ക് അത് പോവും. അതുകൊണ്ട് മാത്രമാണ് അത് മിണ്ടാതിരിക്കാൻ പറയണത്. അത് നിന്നെ ഒന്നും പേടിച്ചിട്ടില്ല. നിനക്കൊക്കെ തന്തയ്ക്ക് പിറന്നവന്മാരാണെങ്കിൽ നിനക്കൊക്കെ എന്തെങ്കിലും എക്സ്പോസ് ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കാണുന്നതിന്റെ അടുത്ത ലൈവ് ചെയ്തോ. നിനക്കൊക്കെ അത്രയ്ക്ക് അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ ചെയ്തോ. ഞാൻ അത്രേ പറഞ്ഞോളൂ. അതിന്റെ മുകളിൽ ഒരുത്തനെ എനിക്ക് പേടിയില്ല. ഇനി ഏത് അമ്പിയാണെങ്കിലും അമ്പിയുടെ തന്തയാണേലും. എന്റെ ഇടയിൽ കൂടെ അമ്പി ഊമ്പോ അതങ്ങനെ ഒരു പ്രശ്നം. പക്ഷെ അത് കഴിയുമ്പോ അമ്പി വായിൽ വിരലിട്ട് ഇവിടെ നടക്കുന്ന കാണേണ്ടി വരും. എടാ ഞാൻ വേറെ ഈ RX സെന്റർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുണ്ണുങ്ങളൊന്നും നമ്മുടെ ഹേറ്റടത്തിൽ നിന്നുണ്ടായ വിശക്കണ്ടി തീട്ടങ്ങളാ. മറ്റേ ഹാർപ്പിക്ക് ഒഴിച്ചാലും ഏറ്റവും ലാസ്റ്റ് പോകുന്ന മറ്റേ 1% പുണ്ടച്ചികളില്ലേ, അതെല്ലാരും കൂടെ ഒരുമിച്ചതാണ്. അത് ഈ RS എന്ന് പറയുന്ന സാധനം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും എടാ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അമ്മാരുടെ കൂട്ടത്തിൽ ഒരു പയ്യന് വയ്യാതെ വന്നപ്പോൾ പോലും ഒരു നല്ല കാര്യം നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്തപ്പോൾ പോലും തന്തേലാഴി പറഞ്ഞതായിരുന്നു. മറ്റേ ഇവൻ ബുള്ളോപ്പിക്ക് നമ്മളന്നൊരു ഇത് ചെയ്ത് കൊടുത്തപ്പോഴേടാ ആ പൈസ ട്രാൻസ്ഫർ ചെയ്തപ്പോ കൊട്ട എന്ന് പറഞ്ഞ് സ്പാം ചെയ്ത തന്തയില്ലാത്തവന്മാരാണ് അവിടെ ഉള്ളത്. മനസ്സിലായോ? അതാണ് അവന്മാരുടെ ഒരു ലെവല്. ആ ഒരു ലെവൽ അതാ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെയുള്ള. അളിയാ സാവേജ് ഒരു ഹോസ്റ്റ് തരട്ടെ. അല്ലല്ലോ ഒഴിയിടല്ലടാ. ഞാൻ 6 മണിക്കൂറാണ് എന്റെ ലൈവിന് ഡ്യൂറേഷൻ നോക്കിയേ. എല്ലാരും കൂടി ഒരു ഇല്ല അതല്ലടാ. ഞാൻ RP 6 മണിക്ക് തുടങ്ങി, 7:30 തുടങ്ങിയത്. അതുകൊണ്ട് എനിക്കൊന്ന് റെസ്റ്റ് എടുത്താൽ കൊള്ളാന്നുണ്ട്. ഞാൻ ഞാൻ ഫോൺ കുത്തിയിട്ടേക്കോ. ഞാനിപ്പോ ഓണാക്കാം. ഞാനിപ്പോ എല്ലാം കേൾപ്പിക്കാം. സാവേജിന്റെ ലൈവിലോട്ടോ ഞാനിപ്പോ ഫോൺ ഓണാവട്ടെ. ആ ഫോൺ ഓണായിക്കോട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. ടിവിയിൽ ഇത്രയും നാൾ RP കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയണം, 17 ദിവസം ഞാൻ ബാൻ മേടിച്ചിരുന്നിട്ടുണ്ട് ഇവിടെ. ഇല്ലെന്ന് പറയണം ഇവിടുത്തെ കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ്, എന്റെ ഓഡിയൻസ് അടക്കം ഞാൻ പറയുക. 17 ദിവസം ഞാൻ ഇവിടെ ബാൻ മേടിച്ചിരുന്നിട്ടുണ്ട്. മറ്റേ വൾഗർ ലാംഗ്വേജിന്, മറ്റേ ലവന്മാരുടെ തന്തയ്ക്ക് വിളിച്ചെന്ന് പറഞ്ഞ് പേരന്റൽ അബ്യൂസ് പ്ലസ് എല്ലാം കൂടെ 17 ദിവസം ഞാൻ ബാൻ മേടിച്ചിരുന്നുണ്ട്. എനിക്ക് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സെർവർ ആയിരുന്നെങ്കിൽ ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ഞാൻ ഇവിടെ കയറിയാണ് എന്തേലും പറഞ്ഞ്. TGയുടെ സിറ്റുവേഷനിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് ഇവിടെ 17 ദിവസം. എടാ നമ്മൾ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് അത് അഡ്മിറ്റ് ചെയ്ത് ഞങ്ങൾ അതുവരെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പറയാമെന്ന് പറഞ്ഞാൽ മെനഞ്ഞാന്ന് ഫിഫയുടെ വേൾഡ് കപ്പ് കാണുന്നതിന് വെറുതെ എൻ്റെ ഫേസ് ക്യാമും ആഡ് ചെയ്ത് അടിയിൽ സ്കോർ ബോർഡും വെച്ചിരുന്നപ്പോൾ തന്നെ നിന്റെ അമ്പിയുടെ 3 ഇരട്ടി വാച്ചിങ് എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഗെയിം തന്നെ കളിച്ചുകൊണ്ടിരിക്കേണ്ട ഗതികേടില്ല. മനസ്സിലായ? അത് ആദ്യം നീയൊക്കെ മനസ്സിലാക്കണം. നീയല്ല നിന്റെ അമ്പിച്ചേട്ടൻ തലകുത്തി നിന്നാലും അത് കൊണ്ടുവരാൻ എന്തായാലും പറ്റൂല. മനസ്സിലായ? നിന്റെ അമ്പിച്ചേട്ടൻ എന്തെങ്കിലും കിട്ടണമെങ്കിൽ നാളെ ഞങ്ങളെ തിരിച്ച് അവരാധിക്കണം. അന്നേരം ടിവിയുടെ കുറച്ച് ഓഡിയൻസ് അവിടെ വന്നിരുന്ന് കാണും. അതാണ് നിന്റെയൊക്കെ ഹയസ്റ്റ് വാച്ചിങ്. മനസ്സിലായ? അതിന് മുകളിലോട്ട് ഒന്നും ചെയ്യാൻ നിന്നെ കൊണ്ടൊന്നും പറ്റൂല. ആ സത്യം നീയൊക്കെ മനസ്സിലാക്കുന്നതിന് അന്ന് നിനക്കൊക്കെ പറ്റുള്ളൂ. ഞാൻ ഇനി ബാക്കി കേൾപ്പിച്ചു തരാം. എടാ ഇത് സപ്രഷൻ ഇല്ലല്ലോ. ഞാൻ ഈ കേൾപ്പിക്കുന്ന ഓഡിയോ കേൾക്കൊന്ന് നോക്കണേ. ഓക്കെ, കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് ഒരു മിനിറ്റ് മിണ്ടായിരിക്കല്ലേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സപ്രഷൻ ആണ്. ഓക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇത് നിന്റെയൊക്കെ അഡ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ ഞാൻ ഇത് ഫോൺ ഇതിനകത്ത് കുത്തിയിട്ട് ഇതിനകത്ത് വഴി കേൾപ്പിച്ചു തരാം. ഓക്കെ, എന്തിനാണ് നമ്മൾ കേൾപ്പിക്കുന്നത് ഇത് ഞാൻ പറയാം. ഇത് അഡ്മിറ്റ് ചെയ്യത്തില്ലെന്ന് അവൻ പറയണം. പറഞ്ഞാൽ ബാക്കി ഞാൻ അന്നേരം. എടാ കൊട്ടമാസ് ചട്ടിമാസം ആമ്പിള്ളാരാകുമ്പോ കൊട്ടയും ചട്ടിയൊക്കെ ഉണ്ടാവും. നിന്റെ വീട്ട് മറ്റേ വെട്ടിക്കളഞ്ഞ ശിഖണ്ഡിയല്ല നമ്മള്, ശുഗണ്ടിയും കുണ്ടനും അല്ല. മനസ്സിലായി? അത് ആമ്പിള്ളാർക്കാകുമ്പോ അതൊക്കെ ഉണ്ടാവും. നീ അത് വിട്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കണ്ട. അത് വിട്. കൊട്ടയുടെ ചട്ടിയുടെ ഒക്കെ കാര്യം വിട്. ഞാൻ ഇനി പറഞ്ഞുതരാം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ T47 ഇനി ഒന്ന് കയറാൻ വേണ്ടിയിട്ട് ഇരുന്നവന്മാര് ആദ്യം കയറാൻ ഇരുന്നത് നമ്മുടെ ഷെമീറിന്റെ ഗ്യാങ്ങിലാണ്. ഷെമീർ ഒരു ഗ്യാങ് തുടങ്ങാൻ പോവായിരുന്നു. നിങ്ങൾക്ക് അറിയാത്ത സത്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇനി പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോ.
ഷമീർ ഒരു ഗ്യാങ് തുടങ്ങുകയാണ്. അതായത് MRCയെ തല്ലാൻ വേണ്ടിയിട്ട് ഷമീറിന് ഒരു ഗ്യാങ് തുടങ്ങണം. ഈ ഷമീറിന്റെ ഗ്യാങ്ങിലോട്ട് പോകാനിരുന്ന കുറച്ച് പേരുണ്ട്. കൊച്ചാപ്പി ആയിരുന്നു അവിടുത്തെ കപ്പിത്താൻ. കൊച്ചാപ്പി നേരെ എന്നിട്ട് T47 വില്ലി മാക്സിനെ വിളിച്ചിട്ട് ഈ ഗ്യാങ്ങിലോട്ട് കയറാൻ. ഇത് നിങ്ങളുടെ അമ്പിയണ്ണ അറിയുന്നത് പോലും ഞങ്ങളുടെ വാവുണ്ട. ഇതാരനകത്തുനിന്ന് കേൾക്കുന്നേ? എന്റെ അകത്തൊന്നുമല്ല. ഇത് നിന്റെ അമ്പിയണ്ണനൊക്കെ അറിയുന്നത് പോലും ഞങ്ങള് പറയുമ്പോഴാ. മനസ്സിലായ? അന്നേരം നിന്റെ അമ്പിയണ്ണൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നിന്റെ അമ്പിയണ്ണൻ പോയിട്ട് T47 പ്ലേയേഴ്സിനെ വിളിച്ചിട്ട് ആദ്യം ദാമുവിനെ ഇവരെയാണ് വിളിച്ചത്. അപ്പൊ ദാമു പറഞ്ഞ് എനിക്ക് കംഫർട്ടബിൾ ആവണമെങ്കിൽ ഇങ്ങനെ കുറച്ച് പ്ലേയേഴ്സിനെ വേണം എന്ന് പറഞ്ഞിട്ട് ഇവരെ എല്ലാം വിളിച്ചു വരുത്തി. എടാ ഇതാരടാ ഇത് ചെയ്യുന്നേ? ഇവരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഇവിടുത്തെ ഓക്സി ഓരോരുത്തരെയും വിളിച്ചിട്ട് വീട് വെച്ച് തരാം, പഞ്ചായത്തിൽ കരമടച്ചു തരാം, മറ്റേ മാസം ബില്ലടച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഓരോ പല കാര്യങ്ങൾ. ഇത് അമ്പിയോട് ചോദിച്ചപ്പോൾ അമ്പിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ്. അമ്പിക്ക് വേണ്ടി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നിന്നത് ഫ്ലഫിയാണ്. ഇത് എല്ലാവരുടെടുത്തും പോയി പറഞ്ഞ് അത് തരാം, ഇത് തരാം, നിങ്ങൾ ഇവിടെ വാ അവിടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവർക്ക് 3 സ്ലോട്ടോ 4 സ്ലോട്ടോ എന്തോ ഉള്ളായിരുന്നു ബാക്കി. ഈ 4 സ്ലോട്ട് ബാക്കിയുള്ള സമയത്ത് ഈ 4 സ്ലോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ആളെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നിങ്ങളുടെ റാൻഡമായിട്ട് നിങ്ങളുടെ അമ്പിയണ്ണ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ഈഗിള് അന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നു HFലെ മറ്റേ ഇവന്മാരെ എടുത്ത് അനുഭവിക്കും, അതുകൊണ്ട് ഈ വട്ടം ഞങ്ങളെല്ലാം സൂക്ഷിച്ച് ചെയ്യുന്നുള്ളൂ, ഇതെല്ലാം നമ്മൾ ഇതാക്കിയിട്ടേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ വട്ടം ഞാൻ കഴിഞ്ഞ വട്ടം കാണിച്ച മണ്ടത്തരം കാണിക്കത്തില്ല, ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, എന്നാൽ കുറച്ച് സ്ലോട്ട് ഫില്ല് ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങളൊരു 3-4 സ്ലോട്ടേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് 3 റിക്രൂട്ട്മെന്റ് എടുക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു ഇരുന്നത്. ഈ 3 റിക്രൂട്ട്മെന്റിൽ ഒരെണ്ണം ദാമു, ഒരെണ്ണം അങ്ങനെ അവരിലെ T47 2-3 പേരും. ദാമു എനിക്ക് തോന്നുന്നു മറ്റേ ഒസാക്കിയോ അവനൊക്കെയാണെന്ന് തോന്നുന്നു ഉണ്ടായിരുന്നു. ഈ ഉണ്ടായിരുന്ന സമയത്ത് ദാമു വന്നിട്ട് പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പിള്ളേരുണ്ട്, അവരെ എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് വന്നാൽ അടിപൊളിയാവൂ എന്ന് പറഞ്ഞിട്ട് KVL കയറിയ പ്ലെയർ. അതും ഞാൻ നിങ്ങൾക്ക് വേറൊരു പ്രൂഫ് ഞാൻ ഇതൊന്നും ഇവന്മാർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ലൈവിൽ വന്ന് ഞാൻ കാണിക്കും. ഇത് T47 കളിച്ചവൻ KVക്ക് വേണ്ടിയിട്ട് KVL ഇരുന്ന സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന T47 പ്ലെയർ. അവന് ഒരാൾ മെസ്സേജ് അയച്ചപ്പം അവനോട് പറയുക, എടാ നിങ്ങളീ കാണിക്കുന്ന ഊമ്പിത്തരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുക, പിന്നെ KVA എൻ്റെ ഗ്യാങ് ആണല്ലോ, T47 ഇറങ്ങിയിട്ട് ഞാൻ വിഷമിച്ചിട്ടില്ല, പിന്നല്ലേ KVA എന്ന്. KVA കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേരെനിക്കറിയാം, ഒസാക്കിയാണോ എനിക്ക് പേരറിയത്തില്ല, പേര് എനിക്ക് ഓർമ്മയില്ല, സത്യം പറയാം. അവനല്ല, ഈ പറഞ്ഞ വേറൊരുത്തന. ഇത് KVAക്കകത്ത് കയറിയ ഒരു T47 പ്ലെയർ ഒരാളെടുത്ത് പറഞ്ഞ, പിന്നെ KVA എൻ്റെ ഗ്യാങ് ആണല്ലോ, ഇവന്മാരെ എനിക്ക് ഊമ്പിക്കാൻ ഒരു ഇതും ഇല്ല എന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചത് എൻ്റെ ഉണ്ട്. ഈ മെസ്സേജ് അയച്ചിട്ട് ഇവന്മാര് അടുത്ത ദിവസം നേരെ ദാമുവിന്റെ വാക്കും കേട്ടോണ്ട്, ദാമു ഇവരെല്ലാം പറയണ കേട്ടോണ്ട് KVA ഊമ്പിച്ച് ഒസാക്കിയെന്നല്ല വേറെ ഓയിൽ തുടങ്ങുന്ന വേറൊരു പേരുണ്ടല്ലോടാ, ഓവൻ. അതിനേക്കാൾ വലിയ കോമഡി ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം. അതിനേക്കാൾ നല്ല കോമഡി നിങ്ങളടുത്ത് പറഞ്ഞുതരാം. TVL അസൻസിയോ റിക്രൂട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഓവനെയും അസൻസിയോ ഒരുമിച്ച് റിക്രൂട്ട് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ. അതായത് നീല് പറഞ്ഞു നമുക്ക് ഇവനെ എടുക്കാം, അസൻസിയോ എടുക്കാന്ന്. അപ്പൊ അസൻസിയോ പറഞ്ഞു അസൻസിയോ ഓവനുമാണ് കറന്റ് എങ്ങും കയറാത്തത്, അപ്പൊ നമ്മൾ അസൻസിയോ ഓവനെ ഒരുമിച്ച് എടുക്കാന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. അപ്പൊ ഓവനോട് നമ്മൾ വിളിച്ചിട്ട് നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ, TVL ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നീലിത അവനിപ്പോ സ്ട്രീമൊക്കെ ചെയ്ത് സെറ്റായി അവന്റെ കാര്യങ്ങളൊക്കെ ഇത് മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ, അതായത് PC ഒന്നും വാങ്ങിച്ചു തരാൻ നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓവൻ എന്ന് പറയുന്നവൻ എൻ്റെ അടുത്ത് പറയാ, ബ്രോ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് രാത്രി പറഞ്ഞു ഞാൻ KVA കയറുക, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ KVA അല്ല, നമുക്ക് പ്രശ്നമില്ല KVA കയറിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അത് ഒഴിവാക്കി ഇതാക്കി. KVA വലിയ കാര്യത്തെ മാസമായിട്ട് ഇവന്മാരുടെ റിക്രൂട്ട്മെന്റ് ഒക്കെ വലിയ കാര്യത്തിൽ പ്ലാൻ ചെയ്ത് അടിപൊളിയാക്കി സെറ്റാക്കി കൊണ്ടുവന്നപ്പം അടുത്ത ദിവസം വന്നിട്ട് ഇവൻ എന്നോട് പറയുക, ബ്രോ എനിക്ക് TVA കയറണമെന്ന്. ഞാൻ പറഞ്ഞ് എടാ അത് വെറും ഊമ്പിത്തരമാണ് നമ്മൾ ചെയ്യാൻ പോണത്. KVL റിക്രൂട്ട് ചെയ്ത ഒരു പ്ലെയറിനെ അടുത്ത ദിവസം നമ്മൾ കൊണ്ടുവന്ന് തിരിച്ച് TVL റിക്രൂട്ട് ചെയ്യുക പറഞ്ഞാൽ അതൊരു പോക്കൃത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അന്ന് തന്നെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് നീലിനോട് പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ എടുക്കത്തില്ല, എനിക്ക് താല്പര്യമില്ലെന്ന്.
കാരണം ഇവൻ അവിടുന്ന് ചാടി ഇവിടെ വന്നാലും ഈ കമ്മിറ്റ്മെന്റ് എന്നോട് കാണിക്കുള്ളൂ. അത് അന്നത്തോടെ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അത് അന്നേ തന്നെ കട്ട് ഓഫ് ചെയ്ത് എനിക്ക് വേണ്ട, താല്പര്യമില്ല എന്ന് പറഞ്ഞ് അന്നേ ഒഴിവാക്കി വിട്ട്. മനസ്സിലായ? എന്നിട്ട് ഇവന്മാരെ എല്ലാം KVക്കകത്തൊന്നും വലിച്ചിറക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഈ കാര്യം നിങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായപ്പോഴത്തേക്കിന് ഞാൻ നേരെ പോയിട്ട് അസൻസിയോട് അടുത്തെല്ലാം സംസാരിച്ച് ഞാൻ നീലിനോട് പറഞ്ഞ് ഈ വേറൊരു കാര്യമുണ്ട് ഗൈസ്. നീലിൻ്റെ അടുത്ത് ഞാൻ ഇതിന് ഒരുപാട് വട്ടം മുമ്പ് സംസാരിച്ച ഒരു കാര്യമുണ്ട്. TV റിക്രൂട്ട്മെന്റ് ഒരു പയ്യൻ വന്നതിന് ശേഷം നമ്മൾ സാധാരണ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും അറ്റ്ലീസ്റ്റ് ആൾക്കാർ ഒരു കുറച്ചധികം കമ്മിറ്റ്മെന്റ് കാണിക്കും. ഓക്കെ, സിറ്റുവേഷനിൽ വരാൻ റെഡിയാണ്, അതിന് റെഡിയാണ്, ഇതിന് റെഡിയാണ് എല്ലാം പറയും. പക്ഷെ ഇതങ്ങനെയല്ലായിരുന്നു. ഇവൻ ഗ്യാങ് ഇട്ടാലും ടർഫ് ഇട്ടാലും എന്തിട്ടാലും ഗ്യാങ് വാർ ഇട്ടാലും എന്തിട്ടാലും ഇവന്റെ പേര് ഇവൻ ആഡ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഒരു 9 മണി 8 മണി ആകുമ്പോഴത്തേക്കിനും നമ്മൾ ഇതിനകത്ത് ലിസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രമേ ഒരു ദിവസം സിറ്റുവേഷൻ എടുക്കാറുള്ളൂ. ഇവ ഒരു സിറ്റുവേഷനിൽ പോലും പേര് ആഡ് ചെയ്യത്തില്ല. ഞാൻ അപ്പൊ നീലിനെ വിളിച്ചിട്ട് ചോദിച്ചു, നീല എന്താ ഇത്? ഇവൻ ഒരു രീതിയിലും ഇതിനകത്തൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ വിളിച്ച് ഇവനെ കേട്ടേണ്ട ഗതികേടായെന്ന് അന്ന് തൊട്ടേ എനിക്കൊരു സസ് അടിച്ചതാണ്. എന്നിട്ട് ഇവന്മാരുടെ കൂട്ടത്തിലുള്ളവർ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ അസൻസിയോ അവിടെ പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് കിണ്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സ്ക്യൂസ് പറഞ്ഞു വെച്ചിരുന്നത് ഞാൻ ഇവിടെ മാറ്റി വന്നു. എടാ, ഞാൻ ഇപ്പോഴും പറയാം, ഈ അസൻസിയോ പോലത്തെ ഒരു ഹെഡ് വെയിറ്റ് ഉള്ള ഒരു പ്ലെയർ TV വരുവാണെങ്കിൽ അവനിവിടെ കളിക്കേണ്ട ഒരു ആവശ്യവും TVക്ക് അങ്ങനെ ഒരു ഗതികേടേ ഇല്ല. ഇവിടെ ഉള്ള പിള്ളേർ തന്നെ ധാരാളമാണ്. നമുക്ക് ഒരു അഡീഷൻ നല്ലതാണെന്ന് ബ്രാവോ ഒരു സജഷൻ പറഞ്ഞതിന്റെ പുറത്ത് മാത്രമാണ് അസൻസിയോ ഇവിടെ ആഡ് ചെയ്തത്. മനസ്സിലായ? ആ റിക്രൂട്ട്മെന്റ്, ഞാൻ ഒരു റിക്രൂട്ട്മെന്റ് പോലും ജീവിതത്തിൽ ഞാൻ വിളിക്കാതിരുന്നിട്ടില്ല. TVയിൽ ഇനി വന്നു പോയ പ്ലേയേഴ്സ് അടക്കം 60-65 പേരുണ്ടെങ്കിൽ പോലും 65 പേരെ ഞാൻ ഇൻവൈറ്റ് ചെയ്തത്, ഞാൻ ആ പേര് വിളിച്ച് കയറ്റിയത്. പക്ഷെ എനിക്ക് ഇവന്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അന്നേ. ഇന്നലെ ഈ ഇഷ്യൂ ഉണ്ടായില്ലായിരുന്നെങ്കിൽ അടുത്ത ദിവസം ഇവനെ ഞാൻ കിണ്ടിയേനെ. കാരണം നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ പ്ലേയേഴ്സ് തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ VCയിലിരിക്കുന്ന പ്ലേയേഴ്സ് പറഞ്ഞിട്ടില്ലെന്ന് പറയണം. ഈ VCയിലിരിക്കുന്ന പ്ലേയേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടാണ്, ഞങ്ങൾക്ക് ഗ്യാങ്ങിന്റെ ഒരു കാര്യം ഓഫ്ലൈനിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പേടിയുണ്ട്. ഇവൻ വന്നിട്ട് നേരെ ഇവൻ എപ്പോൾ വന്നാലും വീഡിയോ റെക്കോർഡിംഗ് ഓണാണ്. അതുപോലെ തന്നെ ഇവൻ മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കും. ഇവൻ VC ജോയിൻ ചെയ്യുമ്പം സംബഡി ഇൻ യുവർ VC സ്റ്റാർട്ടഡ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞുള്ള നോട്ടിഫിക്കേഷനും കാണിക്കും. അതുപോലെ തന്നെ ഇവൻ മൈക്ക് ഓൺ ആക്കത്തില്ല. ഇവർ കുറേ പേര് എൻ്റെ അടുത്ത് മൾട്ടിപ്പിൾ ടൈംസ് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കും ഇത് ബാഡായി തുടങ്ങിയതിൻ്റെ അന്ന് ഞാൻ വന്നിട്ട് ഞാൻ നേരിട്ട് അസൻസിയോട് സംസാരിച്ചിട്ടില്ല അധികം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ബ്രാവോട് പറഞ്ഞു, ബ്രാവോ ഇതാണ് കേസ്, അവനോട് അവന്റെ കാര്യം ചോദിക്കും. ഇതുപോലെ അവന്മാര് ദാമൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവന്മാർ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടുന്ന് ഒരാൾ പോത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷം ഒരാൾ പോയാൽ എനിക്കത് പറ്റത്തില്ല. അതുകൊണ്ട് അവൻ്റെ അടുത്തൊരു തീരുമാനം പറയണമെന്ന് പറഞ്ഞു. അല്ലാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ല. നീയൊക്കെ മനസ്സിൽ കണ്ട സമയത്ത് ഞാൻ മാനത്ത് കണ്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടേ. ഇവിടുന്ന് ഇപ്പോഴും കുറെ RX സെന്ററിലെ കുറെ കൊച്ചുകുണ്ടകൾ ഇപ്പോഴും പറയണമെന്ന് പറഞ്ഞാൽ അവര് പർച്ചേസ് ചെയ്തെന്നാ. ഇത് എനിക്ക് ഓൾറെഡി അറിയാവുന്നതിന്റെ അന്ന് തന്നെ ഞാൻ ഇവിടുന്ന് ഇവനെ കിക്ക് ചെയ്യുക ചെയ്തത്. ഞാൻ പറഞ്ഞു 7 മണിക്കുള്ളിൽ നിന്റെ ഡിസിഷൻ പറഞ്ഞോണം, പറഞ്ഞില്ലെങ്കിൽ നീ TVക്ക് പുറത്താണ് എന്ന് ഞാൻ പറഞ്ഞ് ഞാനായിട്ട് ഇവനെ എടുത്ത് കളഞ്ഞതാ TVക്കകത്ത് തോന്നുന്നു. മനസ്സിലായ? 7 മണി ആയപ്പോഴത്തേക്കിനും ഞാൻ എടുത്ത് പറഞ്ഞു എനിക്ക് 10 മണി വരെ സമയം വേണമെന്ന്. അങ്ങനെ 9:50 വരെ നമ്മൾ വെയിറ്റ് ചെയ്ത്. ആ സമയത്താണ് നമ്മൾ ഈ ഡിസിഷൻ ഇടുന്നത് പോലും. അല്ല, ഞാൻ ഇത്രയും നാൾ എന്തെങ്കിലും ഹേറ്റ് പറഞ്ഞോ ഗൈസ്? ഞാൻ ഇത്രയും നാള് ഒന്നും പറഞ്ഞില്ല. അവന് ഇഷ്ടമുള്ള ഗ്യാങ്ങിൽ പോയി കളിച്ചോട്ടെ എന്നേ ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇറങ്ങിയതിന്റെ അന്ന് ഇവൻ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് പറയുക, ഈ കുണ്ണകളെ ഈസി ആയിട്ട് അടിക്കാം. ഇവന്മാര് മറ്റേ ഫെയിം ഉള്ളതുകൊണ്ട് തോക്കുമോ എന്നുള്ള പേടിയുള്ള കൂട്ടത്തിലാണെന്ന്. നമ്മളോട് തല്ലും മേടിച്ചിരുന്ന CMനോടും മറ്റേ ലവന്മാരോടും തോറ്റിട്ട് പോയ ഗ്യാങ്ങിന്റെ IGL ആയി പറയുന്നത്. റീബിൽഡിന് ശേഷം നമ്മുടെ 7 അയലത്ത് വന്നിട്ടില്ലേ ഇവന്മാര്? 7 അയലത്ത്. മനസ്സിലായ? അങ്ങനത്തെ പേടിച്ചു തൂറികളാണ് ഈ ഡയലോഗ് പറയണത്. ഞാൻ അവനെ പറ്റി ഒരു രീതിയിലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവൻ ഇവിടുന്ന് നമ്മള് TVയിൽ ഒരാൾ വന്നാൽ
ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം, ടി വിയിൽ ഒരാൾ വന്നതിന്റെ അന്ന് തൊട്ട് അടുത്ത ദിവസം വരെ അടുത്ത ദിവസം തൊട്ട് നമ്മൾ അവരെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യണത്. പഴയ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഇവിടെ T47 കളിക്കുന്ന പല പ്ലേയേഴ്സും ഉണ്ട്. അതായത് നെയിലുണ്ട്, ഡെസ്ട്രോ ഉണ്ട്. ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല ഡെസ്ട്രോയോടും നെയിലിനോടും. അവന്മാര് പറയണം, ഞാൻ ചോദിച്ചിട്ടില്ല, എടാ നിങ്ങൾ പണ്ട് DNS ഇട്ട് മറ്റേ പിങ്ങിട്ട് മറ്റേ കുണ്ണ അടി അടിച്ചില്ലേ, അതെങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ ട്രിക്ക് ചോദിച്ചിട്ടില്ല ഇവനോട്. എനിക്കതിന്റെ ആവശ്യമില്ല. മനസ്സിലായി? അത് ഈ അസൻസിയോടും ഞാൻ ചോദിച്ചിട്ടില്ല. അവൻ വന്ന് പറയട്ടെ, അല്ല അവൻ കാണിക്കണം മറ്റേ മൊബൈൽ ഡാറ്റ മറ്റേ ഇതാക്കിയിട്ട് മറ്റേ DNS ഇട്ട് കുണ്ണ ഒരെണ്ണം കോഴിക്കോട് പൊങ്ങിയിട്ട് അടുത്തത് തിരുവനന്തപുരത്ത് പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്കതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല ഇന്നേ വരെ. അപ്പൊ ഇവന്മാരെ എല്ലാം അസൻസിയോ ഇവിടെ വന്നതിന്റെ അന്ന് തൊട്ട് ഞാനൊരു TV മെമ്പറായിട്ട് തന്നെ ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ. ഇവിടെ നീല് വരെ അവനോട് പോലും പറഞ്ഞില്ല ഈ അസൻസിയോ ഇവിടുന്ന് പോകുന്ന സമയത്ത്. നീലിനോട് പോലും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അവന് വേണ്ടി ഒരുപാട് വട്ടം എന്റെ ഇൻബോക്സിൽ സംസാരിച്ചവനവൻ. ഒരുപാട് വട്ടം ഇവ സംസാരിച്ചിട്ടുണ്ട് അസൻസിയോയ്ക്ക് വേണ്ടിയിട്ട്. അണ്ണാ അവൻ വരും, അല്ലെങ്കിൽ ഇന്ന് വരും, നാളെ വരും, അല്ലെങ്കിൽ അത് വരും, ബിസി ആയതുകൊണ്ടായിരിക്കും അണ്ണാ, ഞാൻ പറയാം, അവനോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അസൻസിയോയ്ക്ക് വേണ്ടിയിട്ട് ഇവൻ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് വട്ടം. ഞാൻ അന്നേരം ഞാൻ പോയിട്ട് നീലിനോടാ ചോദിക്കുന്നേ, എടാ നീല എന്താ സംഭവം, എന്താണ് പരിപാടി, ഇത് എങ്ങനെയാവും എന്നുള്ളൊരു കാര്യം ഞാൻ അവനോടാ ചോദിക്കുന്നത്. ലാസ്റ്റ് നീല് ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞപ്പോൾ നീല് തന്നെ എന്നോട് പറഞ്ഞു, അണ്ണാ എനിക്ക് അറിഞ്ഞൂടാ ഇവന്റെ കേസ് എങ്ങനെയാണെന്ന് എനിക്ക് യാതൊരു വിധത്തിലും അറിയത്തില്ല. ഇവനെ ഞാൻ പറയാനിടത്തൊക്കെ പറഞ്ഞ് എനിക്ക് വേറൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് TV-യുടെ ഒരു ഡൊണേറ്ററിനെ വെച്ചിട്ട് ഈ അസൻസിയോ എന്ന് പറയണ മാന്യൻ കിക്കിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പുള്ളിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ഡൊണേഷൻ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഇതൊക്കെ ആക്കിയിട്ട് എല്ലാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ പോയിട്ടാണ് നമ്മളെ ഈ ആരാധിക്കുന്നത്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾ ഇവനെ പറ്റി ഒന്നും മിണ്ടിയില്ല. സത്യമായിട്ടും നമ്മളൊന്നും മിണ്ടിയില്ല. പോട്ടെ, അവൻ പോയി രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു വിട്ടത് അവനെ. എന്നിട്ട് നേരെ പോയിട്ട് നമ്മൾ അറിയണമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാനും ബ്രാവോയുടെ അപ്പം കോൺഫറൻസ് കോൾ ഇട്ടിട്ട് ഇവനെ വിളിച്ചിട്ട്, എടാ നീ പറഞ്ഞ സത്യമാണോ, ഇവിടെ പോയിട്ട് നീ ഇങ്ങനെ പറഞ്ഞു നമ്മളെ അടിക്കാൻ ഈസിയാണ്, ഫെയിം കാരണം കുത്താൻ പേടിയാ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. വൺസ് എ കോട്ട ഓൾവേസ് എ കോട്ട. എടാ അതങ്ങനെയാടാ, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എനിക്ക് കോട്ടയുണ്ട്. ആൺചെറുക്കനായിട്ടല്ലേ ജനിച്ചത്, പിന്നെ ഇല്ലാതിരിക്കുവോ? പകുതിക്ക് വെച്ച് മറ്റേ സെക്ഷുവാലിറ്റി മാറി കുണ്ടനായില്ലല്ലോ ഞാൻ. എടാ അതങ്ങനെയാണ്, അത് ആമ്പിളാർക്ക് അത് ഉണ്ടാവും. മീൻസ് അത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ആയ ആൾക്കാർക്ക് അത് മാറിയെന്ന് പറഞ്ഞ് ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാവർക്കും അത് മാറുമോ? അത് ആ കാര്യം വിട് നീ. അത് വിടറാ, അല്ല അത് വിടുക, അത് ആ കാര്യം വിട്ടേ നിങ്ങള്. ചില്ലാതെ അത് വിട്. അത് നമ്മൾ ഗ്യാങ്ങിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നവരൊക്കെ അതെന്തിനാ പറയണേ? അത് വിട്. എന്നിട്ട് ഇവന്മാരെ തിരിച്ചു വന്നിട്ട് ഫ്ലഫിയൊക്കെ ഇതാക്കി ദാമുനെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഓക്സിയെയും ബാക്കി കുറച്ച് ആൾക്കാരെയൊക്കെ ഇംപ്രസ് ചെയ്ത് ബാക്കിയൊക്കെ ഇംപ്രസ് ചെയ്തിട്ട് ഇവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ വരണം, 4 സ്ലോട്ടിൽ ആൾക്കാരെ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഈ പറയണത് പോലെ ഓവന്, ദാമു, ഇങ്ങനെ കുറച്ച് പേരെ, ദാമു വേറെ ആരോ 1-2 പേരോട് ഉണ്ടായിരുന്നു. ഇവർ ഇത്രയും പേരെ എടുക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. പക്ഷേ ഗ്രാജുവലി എന്നോട് ഷെയ്ക്ക് പറഞ്ഞ കാര്യമാണ്, ഈ വില്ലി മാക്സ് ഒക്കെ എവിടുന്ന് വന്നെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അവനാണ് ഇപ്പൊ റെപ്രസെന്റേറ്റീവ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ലെന്ന് പറയല്ലേ ഷെയ്ക്ക്, ഞാൻ ഇപ്പോഴും പറയുക, ഇല്ലെന്ന് പറയല്ലേ. ഞാൻ ഒരു മിനിറ്റ് മൊത്തം ഓഡിയോയുടെ ഡ്യൂറേഷൻ നോക്കട്ടെ ഗൈസ്, ഒരു മിനിറ്റ്. ഞാൻ ഒരു ദിവസം ഇതിനു വേണ്ടിയൊക്കെ നിൽക്കുവേ. 3:19, 8, 8-3, 11, 11, 27, 38, 22, 50, 52 മിനിറ്റ് 47 സെക്കൻഡ്. 52 മിനിറ്റ് 47 സെക്കൻഡ് ഞാൻ വെച്ച് സ്ട്രീം ചെയ്യും. അത് ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും, കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇത്രയും ടൈം ഉണ്ടായിരുന്നു. ആ കോള് 1 മണിക്കൂർ 36 മിനിറ്റും ഉണ്ടായിരുന്നു. അതിനകത്ത്
അത്രയും ഞാൻ ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവന്മാർ ഇത്രയും പേര് വന്നിട്ടേ ഗൈസ്, ഇവന്മാർ ഇത്രയും പേര് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ 10 പേരുണ്ട്, ഞങ്ങൾക്ക് 10 സ്ലോട്ട് തരണം, പ്ലസ് ദാമു പിക്ക് കോ-ലീഡർ പൊസിഷൻ കൊടുക്കണം. കാരണം അവന് വേറെ അഡ്വാൻറ്റേജ് ഒന്നും വേണ്ട, കോ-ലീഡർ പൊസിഷൻ ഞങ്ങൾക്ക് വേണം. കോ-ലീഡർ പൊസിഷൻ ഇല്ലെങ്കിൽ എന്നെ ടിവിയെ കൊണ്ടുപോയി പണ്ണുവന്നു. അവന് നല്ലപോലെ അറിയാം ഇവൻ ഈ പേടിയുള്ളവനാണെന്ന് പണ്ടുതൊട്ടേ ഞാൻ പറയണതാണ് നിങ്ങളുടെ അടുത്തൊക്കെ. അപ്പൊ നിങ്ങൾ ആർക്കും വിശ്വാസമില്ലായിരുന്നു. അപ്പൊ അവനറിയാം അവനെ ഇവിടെ കൊണ്ടുവന്ന് കക്കൂസ് കഴിയിപ്പിക്കും. അവൻ കേറാൻ പോണ ഗ്യാങ്ങിൽ അവനൊരു ട്രസ്റ്റ് ഉണ്ട്. എന്താ ആ ട്രസ്റ്റ് എന്താണെന്ന് അറിയാവോ? എന്തായാലും ഓൾ ഡൗൺ ആവും, കക്കൂസ് കഴിയേണ്ടി വരുമെന്ന്. അതുകൊണ്ടാണ് അവൻ കോ-ലീഡർ ചോദിച്ചത്. മനസ്സിലായോ? അവനാ ഒരു ട്രസ്റ്റ് ഉണ്ട് നിങ്ങളുടെ ഗൺ പവറിലും നിങ്ങളുടെ ആ ഒരു പെർഫോമൻസിലും ഇതുണ്ട്. എന്നിട്ട് ഇവന്മാരുടെ അടുത്ത് ഞാൻ വേറൊരു കാര്യം പറയാം ഗൈസ്. ഈ നോക്കിയക്ക് കിക്കിന്ന് ഒരു റവന്യൂ കിട്ടിയപ്പം ഈ നോക്കിയ പോയിട്ട് T47 മെമ്പേഴ്സിന് അടുത്ത് കിക്കിന്ന് എനിക്ക് ഇത്ര കിട്ടി, എനിക്ക് ഒരു ദിവസം ഇത്ര മെമ്പർഷിപ്പിൽ കിട്ടി, ഒരു ദിവസം എനിക്ക് ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ഇവന്മാർ ഇത്രയും പേരുടെ പ്ലാൻ ചെയ്തിട്ട് ഇവന്മാർക്ക് ഒരു മോണിറ്ററി റവന്യൂ ഒരുമിച്ച്, അതായത് ഇപ്പൊ അസൻഷ്യോ ടിവിയെ മാത്രം കളിക്കുകയാണെങ്കിൽ അസൻഷ്യോക്ക് മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ളവന്മാർക്ക് പറ്റത്തില്ല. ഇവന്മാർക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് റവന്യൂ ഉണ്ടാക്കാനുള്ളൊരു സോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ ഒരുമിച്ച് അവിടെ കയറാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരുന്നു. അതായത് ഈ നോക്കിയാണ് അവരുടെ അടുത്ത് പോയി പറഞ്ഞത്, ഇന്നതുപോലെ ഇത്ര എമൗണ്ട് കിട്ടുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്, എനിക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടാ, ഇവിടെ ഷെയ്ക്കിന് മാത്രമേ വാച്ചിങ് ഉള്ളൂ, വേറെ കോ-ലീഡർക്ക് പോലും വാച്ചിങ് ഇല്ലെന്ന്. മാക്കിനെയൊക്കെ പട്ടി വില പറയാതിരിക്കാൻ വയ്യ. എൻ്റെ അടുത്ത് ഞാൻ വേറൊരു കാര്യോടെ നിങ്ങളുടെ അടുത്ത് പറയാം. ഈ RSS7 കോ-ലീഡർ ആയിട്ടുള്ള മാക്ക് എന്നെ വിളിച്ചിട്ട് പറയുക, ഈഗിള് ദാമു കയറുമെന്ന് ഈഗിൾ എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ പറഞ്ഞൊരു 3 ദിവസമായി. അപ്പൊ മാക്ക് എന്നോട് പറയുക, ഞാൻ അറിഞ്ഞത് ഇത് 5 മിനിറ്റ് മുമ്പാ, എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ലെന്ന്. മനസ്സിലായി? ഇതാണ് ആ ഗ്യാങ്ങിന്റെ ഗതികേട്. നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സോക്കോൾഡ് ഗ്യാങ്ങിന്റെ ഗതികേട് ഇതാ. ഒരു കോ-ലീഡർ, ഒരു ഗ്യാങ്ങിന്റെ കോ-ലീഡർ എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്. എന്നിട്ട് ബാക്കി കൂടെ കേൾക്കണം. എന്നിട്ട് ഇവന്മാര് ഷെയ്ക്ക് എന്നോട് പറഞ്ഞ കാര്യമാണ്, ഇവന്മാർക്ക് ഇപ്പം കിക്കിന്റെ റവന്യൂവും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നത് കൊണ്ട് ഇവന്മാർക്ക് ഇവിടെ വന്ന് സ്ട്രീമൊക്കെ ചെയ്ത് ഇതാക്കാനാ, നാളെ എന്നെ ഊമ്പിച്ചിട്ട് പോകത്തില്ലെന്ന് പറഞ്ഞതിൽ എന്ത് ഉറപ്പുണ്ട്. എന്നിട്ട് നമ്മുടെ അടിച്ച ഡയലോഗ് എന്തെന്ന് പറയണേ, ഈഗിളെ ബ്രാവോ, എൻ്റെ ഒരു ബണ്ടിലുണ്ട്, 10 പേരടങ്ങുന്ന ബണ്ടിൽ. ഈ ബണ്ടിൽ ഞാൻ തിരിച്ചു തരാൻ റെഡിയാണ്. ഈഗിളും ബ്രാവോ ഇതൊന്ന് തിരിച്ചു മേടിച്ചിട്ട് കുറച്ചുപേരെ KVL ഏൽപ്പിച്ചിട്ട് കുറച്ചുപേരെ TVയിൽ എടുക്കുന്നു. അതായത് ബണ്ടിലടാ, അവര് 10 പേരായിട്ടേ വരുള്ളൂ. മനസ്സിലായ? ബണ്ടിലിന് തന്നെയാ പറഞ്ഞത്. ആ വാക്കിനെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നോക്കി, അതുവരെ സ്ട്രീം ചെയ്ത് കാണിക്കും. നമുക്ക് എന്തായാലും ബണ്ടില് വേണ്ട. എന്നിട്ട് എന്നോട് പറയുക ഇത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചെടുക്കുക. എനിക്കിപ്പം എൻ്റെ അടുത്ത് എന്നിട്ട് പറയുക, ഞാനിത് ലൈവ് ഇട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവന്മാരെ ഇറക്കി അവന്മാരുടെ ഫ്യൂച്ചർ കളഞ്ഞതുപോലെ ആയി പോകുന്നു. എന്നിട്ട് ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ലൈവ് വന്നിട്ട് നേരെ തിരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പുള്ളിയെടുത്ത് പറഞ്ഞായിരുന്നു കേട്ടാ, ഈ പറയണത് പോലെ അസൻസിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ പറയാം, അപ്പോഴത്തേക്കിനും വേറെ ബാക്കി KVL ഇറക്കിയ പ്ലേയേഴ്സിനെയൊക്കെ മറന്ന് അസൻസിയുടെ കാര്യം മാത്രം എടുത്തിട്ട് നമ്മളിപ്പോ ഇറക്കിയില്ലായിരുന്നെങ്കിലും ഈഗിൾ അസൻസിയോ കിക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങ് പറഞ്ഞ് എൻഡ് ചെയ്യിപ്പിച്ച്. മനസ്സിലായ? ഇതാണ് കറന്റ്ലി നടക്കുന്ന ഒരു സെനാറിയോ. മനസ്സിലായ? ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും പറയുക, ഈ അപ്പുറത്ത് VH നിൽക്കുന്ന കുറെ പേർക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, കുറെ കാര്യങ്ങൾ സംസാരിക്കണം. ഞാൻ അവരോടൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് പറയാനാണെങ്കിൽ ഇപ്പൊ കറന്റ്ലി RSS7 നിൽക്കുന്ന പ്ലേയേഴ്സിന്റെ കുറച്ച് പേരുടെ എന്നെ പേഴ്സണലി ഫോൺ വിളിച്ച് പറഞ്ഞ അപരാധങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ RSS7 മെമ്പേഴ്സിനോട് ഞാൻ പറയണേ, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് എന്നെ വിളിച്ചതെന്നുള്ളത് നിനക്കൊക്കെ അറിയാം. ആരൊക്കെയാണ് രാത്രി വെള്ളം അടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് മറ്റേ ഈ പരിപാടി പറഞ്ഞതെന്നുള്ള കാര്യം നിനക്കൊക്കെ അറിയാം. അത് എന്നെ കൊണ്ട് വായിന്ന് പറയിക്കരുത്. അത് ഞാൻ ഇപ്പോഴും പറയുക. ഇവന്മാരൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഇത്രയും പറയാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്
കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ഇവിടെ നിൽക്കുന്ന ഈ നമ്മുടെ കൂട്ടത്തിനകത്ത് ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാരെയും സ്നൈപ്പിനെയും ഇറ്റാച്ചിയെയും അതുപോലെ തന്നെ രായന്റെ ഒക്കെ ലൈവിൽ വന്ന് മാസ് കമന്റ് ഇടല. ഇവന്മാരെന്തോ കമ്മ്യൂണിറ്റി റൂൾ ചെയ്യുന്നത് പോലെ. എടാ നിങ്ങൾ ആകെ 5-10 പേരേ ഉള്ളൂ മൊത്തത്തില്. അതിൽ 8 സ്കൂളിൽ പോകും. 4 മണി തൊട്ട് 5 മണി വരെ, വെളുപ്പിന് 7 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ 6 മണി വരെ അവൈലബിൾ അല്ല. അത് കഴിഞ്ഞ രാത്രിയിലുണ്ടാവും. 10 പേരുള്ളതിൽ 8 പേരും അങ്ങനെ തന്നെയാ. നിങ്ങൾ മാത്രമേ ഇതൊക്കെ വിശ്വസിക്കുള്ളൂ ഗൈസ്. നിങ്ങൾ മാത്രം. നിങ്ങൾ നിന്ന് ആലോചിച്ച് നോക്കിയേ, പുള്ളിയെക്കാളും വലിയ തള്ളായിരുന്നു ഗോഡ് ഫാദർ. അയ്യോ എനിക്ക് വയ്യ. ഞാൻ അന്നേ യുവമാരോട് പറഞ്ഞൊരു കാര്യമാണ്, മറ്റേ ബൂട്ട് ക്യാമ്പ് 50 PC 10 PC ഒരു ബൂട്ട് ക്യാമ്പ് മാനേജ് ചെയ്തിട്ടുള്ള ആള് എനിക്കറിയാതെ എത്ര എക്സ്പെൻസ് ആയിരിക്കുമെന്ന്. മനസ്സിലായ? നിങ്ങളൊന്നും വിചാരിക്കണത് പോലെ അല്ല എക്സ്പെൻസും കാര്യങ്ങളും ഒന്നും. 10 ഒരു ഗ്യാങ്ങിൽ ഇപ്പൊ TVക്കകത്ത് തന്നെ 50 മെമ്പേഴ്സായി. ഇവർ MRC ആയിരുന്ന സമയത്ത് 110 പേരെന്തോ ഉണ്ടായിരുന്നു. അതിൽ 50 പേര് RP പ്ലേയേഴ്സും 50 പേര് PvP എന്ന് പറഞ്ഞുകൊണ്ടിട്ട് അവന്മാരും തല്ലുമുണ്ട്, PvP പ്ലേയേഴ്സും. മനസ്സിലായ? ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന സമയത്ത് ഈ 50 PvP പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് 50 PC-യും 50 നെറ്റ് കണക്ഷനും 50 പേർക്കുള്ള ഫുഡും കൊടുത്ത് ബൂട്ട് ക്യാമ്പ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. മനസ്സിലായ? ഇതൊക്കെ വെറും തെള്ള. അന്നേ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ തെള്ളാണെന്ന്. എന്നിട്ട് ഏറ്റവും വലിയ കേസ് എന്ന് പറഞ്ഞാൽ, അതിനേക്കാൾ വലിയ കോമഡി എന്ന് പറഞ്ഞാൽ, ഈ ഓഡിയോക്കകത്ത് ഞാൻ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന ഓഡിയോക്കകത്ത് ഗോഡ് ഫാദറിനെ പറ്റി അവരാധിക്കുന്നത് വരെ ഉണ്ട്. മനസ്സിലായ? ഗോഡ് ഫാദറിനെ പറ്റി അവരാധിക്കുന്നത് വരെ ഉണ്ട്. അതാണ് അതിനേക്കാൾ വലിയ കോമഡി. ഞാൻ വേറെ അതാ സത്യം പറ, സ്ട്രീമിംഗ് യൂണിവേഴ്സിറ്റിന്ന് സ്ട്രീം ചെയ്യുന്ന എങ്ങനെയാന്ന് പഠിപ്പിച്ചു കൊടുക്കാന്ന്. മറ്റേ ആൾക്കാരാ പഠിപ്പിച്ചു ആ സ്ട്രീമിംഗ് സ്കൂള് ബ്രോ. സ്ട്രീം ചെയ്യാൻ ആരെ പഠിപ്പിക്കണ്ട ബ്രോ. OBS എടുത്തിട്ട് ലിങ്കും മറ്റേ ഇതും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണം സ്ട്രീം ഇടാം. അതിന് സ്കൂളൊന്നും വേണ്ട. അണ്ണാ വേറൊരു സീൻ ഉണ്ട് അണ്ണാ. ഇത്രയും നാള് ഇപ്പൊ ഇത്ര ഇഷ്യൂ ഒക്കെ നടക്കണ കാരണം നമ്മുടെ സൈഡിൽ നിന്നൊക്കെ നമ്മള് ഭയങ്കര, അതായത് കൺട്രോൾ ചെയ്തല്ലോ നമ്മുടെ ലൈവ്. ജസ്റ്റ് ഞാൻ അപ്പുറത്തെ ലൈവ് ഒന്ന് എടുത്തു വെച്ചത്, ഒരു TJയുടെ ഒരു അടി എന്തോ കഴിഞ്ഞതോ ഇവരായിട്ട് RC7 മുട്ടൻ തള്ളക്കി വിളി മാത്രമേ ഉള്ളൂ. തന്തയ്ക്ക് പോലും അല്ല വിളി. ഇതൊക്കെയാണ് പരിപാടി. എന്തൊക്കെയാന്ന് അറിയോ പറയണത്. ചാറ്റ് വേറെ, ഞാൻ കണ്ടു മറ്റേ ലൈവ് ഇടുന്ന ആള് വേറെ. ചാറ്റ് വേറെ, ലൈവ് ഇടുന്ന ആളും ഒരേ വിളി. കാണുമ്പോ തന്നെ തൊലി ഒരുക്കി പോയി സത്യം പറയുന്നത്. ഇതൊക്കെ വെച്ച് നിങ്ങൾ സ്ട്രീമിംഗ് യൂണിവേഴ്സിറ്റി നടത്തി കഴിഞ്ഞാൽ 2 ദിവസം ഉണ്ടാവും, അടുത്ത ദിവസം ജയിലിൽ കിടക്കും. എന്താടാ സത്യം എന്ത് അപരാധം പറയുന്നത് അറിയാനത്. എടാ അത് ചില്ലറ അപരാധമൊന്നുമല്ലടാ സ്നൈപ്പർ, നീ അത് കേട്ട് നോക്കണം. അത് ഫുള്ള് അമ്മയ്ക്കാണ്. ഞാൻ വേറെ കാര്യം പറയാം ഗൈസ്. ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ നിൽക്കണം. അതായത് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം. ഒരു ആണാണെങ്കിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം. അല്ലാണ്ട് ലൈവില് വന്നിട്ട് പറയാ കമ്മ്യൂണിറ്റിയുടെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് 1500 രൂപ ഇന്ന് ഞാൻ മാറ്റി വെക്കുക. ഇത് പറയരുത് ദേവിയത്. ഇത് പറയരുത്. കുണ്ണയാണെങ്കിൽ കുണ്ണയാണെന്ന് സമ്മതിക്കണം. മനസ്സിലായ? പിന്നല്ലാതെ ഇതൊക്കെ എവിടുന്ന്? ഇതൊക്കെ ഗോഡ് ഫാദറിൽ നിന്ന് കിട്ടിയതാണ് ബ്രോ. സത്യം പറഞ്ഞ ഇതൊക്കെ ഗോഡ് ഫാദറിന് കിട്ടാ. MRC ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൽ നിന്നൊക്കെ വന്ന് ഇൻസ്പയർ ആയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ഡെസ്ട്രോയുടെ അമ്മയ്ക്ക് വിളിച്ച ആരാടാ? എടാ അവിടെ ഞാൻ പറഞ്ഞില്ലടാ, അവിടെ മറ്റേ സ്വന്തം ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പോലില്ല. അതാ ഇപ്പൊ ഒരു കൊച്ചുകൊണ്ടേ ഞാൻ വിളിച്ചതേ ഉള്ളൂ. ഇവന്റെ പേരെന്തായിരുന്നു? ഇവന്റെ പേര് ഇപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, കൊട്ടാ ചട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാ അവൻ ടൈപ്പിംഗ്. ഞാൻ അവനെ കോൾ വിളിക്കാവേ. അവന്റെ ഒരു RSS ഫാനിന്റെ ധൈര്യം കണ്ടോണേ. ഇപ്പൊ നോക്കി കണ്ടോണേ. ഞാൻ കോൾ വിളിക്കാവേ. കേക്കാവോ? കേക്കുന്നില്ല?
അവൻ ഇപ്പഴും ടൈപ്പിങ്ങാ. അവനെന്താ ടൈപ്പ് ചെയ്തേക്കുന്ന അറിയാവടാ? ഒരു essay ഒരു അരമണിക്കൂർ ടൈപ്പ് ചെയ്തേ. ഈ സിറ്റിയിൽ 13 വട്ടം തോറ്റതല്ലേ നിങ്ങൾ? TV അടികൊള്ളികൾ ലോൾ. KVയുടെ നഴി മേടിച്ചിട്ടില്ലേ ലോൾ. 4 മന്ത് കൊണ്ടുണ്ടായ MRC വരെ വെറും 4 മന്ത് കൊണ്ട് 24 ഇനിഷ്യൽ വോണായി 29 പ്രീ വാർ വിൻ പ്ലസ് 19 വാർ വിൻ, വെറും 5 വാർ ലോസ്. അതില്ല ഈ MRC എന്ന് പറയണ ഗ്യാങ്ങിന്റെ 29 വാർ വിൻ എന്ന് പറയണതിൽ 25 എണ്ണം BCs തന്നെയാണ്. പാവം പിടിച്ചവന്മാരെ ഓടിച്ചിട്ട് തല്ലി മാസ് കാണിച്ച് 14 സ്ത്രീ കൊണ്ടേ PC മേടിച്ചു തരാന്ന് പറയണ ഓഡിയൻസ്. ഈ കോമഡി ഒന്നും നമ്മളോട് പറയല്ലേ ബ്രോ. കേൾക്കുമ്പോ ചിരി വരുന്നു. സത്യമായിട്ടും ചിരി വരുന്നു. ഞങ്ങൾക്ക് സത്യം പറഞ്ഞ വിഷമമുണ്ട്. ഞങ്ങളെ ഇതിന് ഞങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഗതികേട് വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ. ഫോൺ പോലും എടുക്കുന്നില്ല. അവൻ ലോളായി പോയി. നാളെ സ്കൂളിൽ അമ്മ മറ്റേ അടിച്ചെന്ന് അമ്മ അടിച്ചു ഞാൻ പോകുന്നത്. ആളിപ്പോ 2 മാസം മുന്നേ തോന്നുന്നു അവര് ഗ്യാങ് ഒക്കെ പോയത് അറിഞ്ഞില്ല. ഗ്യാങ് പോയാലും ആ ലെഗസി എപ്പോഴും അവിടെ ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കുന്ന പയ്യന്മാരാ. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ഫേക്ക് ഫേസ് ഉള്ള അമ്പികൾ മാത്രം വന്നിരുന്ന് പറയുന്ന സമയത്ത് അത് കേട്ട് പൊട്ടനെ പോലെ വിശ്വസിച്ച് ബാക്കിയുള്ളവരെ തെറി വിളിക്കാൻ നിൽക്കരുത്. പിന്നെ ഇങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നവന്മാരൊക്കെ നാളെ നീയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു പാവം പിടിച്ച അലക്സ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നിന്റെയൊക്കെ അപരാധം നമ്മൾ കണ്ടതാ. എന്താണെന്ന് നമ്മൾ കണ്ടതാ. നാളെ ഇവന്മാര് ഇപ്പൊ 10 പേര് വന്നിട്ട് കോലീഡറിന്റെ അടുത്തുനിന്ന് ദാമുനെ എടുത്ത് മാറ്റുന്നതിന് അന്ന് ഇവനൊക്കെ ഇറങ്ങിപ്പോകും. ഇറങ്ങിപ്പോകുന്നതിന്റെ അന്ന് നീയൊക്കെ വന്നിരുന്ന് പറയാൻ പോണ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. മനസ്സിലായ? എടാ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലടാ ഗൈസ്, ഇവരെ നമ്മുടെ അച്ചീവ്മെന്റ്സ് ഇവരുടെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇത് ഹേറ്റടത്തിൽ നിന്നുണ്ടായ തീട്ടങ്ങളാ. ഞാൻ ഇപ്പോഴും പറയാം, ഇത് ഹേറ്റടത്തിൽ നിന്നുണ്ടായ തീട്ടങ്ങളാ. നിങ്ങൾ ആലോചിച്ച് നോക്കി, സിറ്റിയിൽ 3 മാസം കൊണ്ട് വേൾഡ് റെക്കോർഡിൽ ഹോസ്റ്റേജ് ആയ ഒരു ടീം MRC എന്ന് പറയുന്ന ഗ്യാങ് മാത്രമേ ഉണ്ടാവുള്ളൂ. എടുത്തിട്ട് മറ്റേ അമംഗസ് കളിക്കാൻ പോയേ, അങ്ങനെ ഒരു റെക്കോർഡ് ഉണ്ട്. അമംഗസ് കളിക്കാൻ പോയിരിക്കുന്നത്. കള്ള് കുടിച്ച് വിഷം തുപ്പാതെ പോയി ഉറങ്ങട കൊട്ടവാസു. ഇങ്ങനെ ലെഗസി മുമ്പാതെ ഫേക്ക് ആവാതെ തായോളി. ബ്രോ അറ്റ്ലീസ്റ്റ് കള്ളെന്ന് പറയുന്ന സാധനം ഗവൺമെന്റിന്റെ മറ്റേ ബ്യൂറേജിൽ കൊടുക്കുന്ന സാധനമാണ്. നിന്റെയൊക്കെ പോലെ മറ്റേ കണ്ട കുണ്ണയൊക്കെ വലിച്ചു കയറ്റിയിട്ട് കണ്ട ലാബിലൊക്കെ പോയിട്ട് മൂത്രം കണ്ടിയും ടെസ്റ്റ് ചെയ്യേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. മനസ്സിലായ? അതെന്തായാലും എനിക്ക് വന്നിട്ടില്ല. പിന്നെ പെണ്ണ് കേസും പോസ്കോ കേസും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒളിവിൽ ഇരിക്കേണ്ട ഗതികേടും എനിക്ക് വന്നിട്ടില്ല. അതെനിക്ക് എന്തായാലും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇന്ന് കള്ളു കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഉണ്ടെങ്കിൽ നിന്റെ തന്തയുടെയോ നിന്റെ പൈസയ്ക്കോ എല്ലാം കുടിക്കണം. എന്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ കുടിക്കും. അത് ഗവൺമെന്റ് സ്ഥാപനത്തിൽ പോയി കുടിക്കും. പബ്ലിക്കായിട്ട് ലൈവ് ഇട്ട് ഞാൻ ഇന്നുവരെ കുടിച്ചിട്ടുമില്ല, കുടിക്കത്തുമില്ല. മനസ്സിലായി? എനിക്ക് ആ ബേസിക് ബോധമുണ്ട്. നിന്റെയൊക്കെ പോലത്തെ മറ്റേ മന്ദബുദ്ധികളല്ല ഞാൻ. അവന്റെയൊക്കെ കള്ളുടിയെ പറിച്ചില്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ഞാൻ പറയാം. ഞാൻ സ്ഥിരമായിട്ട് കള്ളു കുടിക്കുന്നൊന്നുമല്ല. എൻ്റെ കൂട്ടുകാരൊക്കെ കൂടുമ്പോഴൊക്കെ ഞാൻ കള്ളു കുടിക്കാറുണ്ട്. കള്ളു കുടിക്കുന്നത് ഞാൻ കുടിക്കുന്നത് എൻ്റെ ഇഷ്ടമാണ്, കുടിക്കണോ വേണ്ട എന്നൊക്കെ എന്ന് കരുതി കള്ളു കുടിച്ചിട്ട് നാട്ടുകാരുടെ നെഞ്ചത്തും കയറി മറ്റേ തല്ലും ഉണ്ടാക്കി മറ്റേ അടി ഉണ്ടാക്കി കിടക്കുന്നതൊന്നും അല്ല ഞാൻ. മനസ്സിലായ? അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ അത് പ്രൊമോട്ട് ചെയ്തിട്ട് പോലും ഇല്ല. ഞാൻ എൻ്റെ ലൈവിലിരുന്ന് ഞാൻ ഇന്നേ വരെ കുടിച്ചിട്ട് ലൈവ് ഇട്ടിട്ടില്ല. ഞാൻ ലൈവ് ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. നിന്നെ പോലത്തെ കുറച്ച് അച്ചിപ്പട്ടികള് ഇന്നലെ ഒരുത്തൻ നിന്റെ പെങ്ങളെ കയറി പിടിച്ചാലും നാളെ വന്നിട്ട് പറയും ബ്രോ പാസ്റ്റ് ഈസ് പാസ്റ്റ്. അങ്ങനെ പറയുന്ന നിന്റെ അടുത്തൊന്നും ഒന്നും പറഞ്ഞ് ഇംപ്രസ് ചെയ്യാൻ പറ്റൂല ബ്രോ. ഗ്രോ അപ്പ്. അതേ എനിക്ക് പറയുള്ളൂ നിന്നോടൊക്കെ. ഗ്രോ അപ്പ്.
ഞാൻ ഇടയ്ക്കൊക്കെ കുറച്ച് ബിസിനസ് മീറ്റിങ്ങുകളൊക്കെ വരുമ്പോ ഞാൻ 2 അടിക്കും. പിന്നെ അല്ലാതെ അതും അവര് നിർബന്ധിച്ചാ മാത്രം. ചെറുത് ഒരെണ്ണം. അത് 3 വട്ടം നിർബന്ധിക്കണം എന്നാലേ അടിക്കുള്ളൂ. ടിവിയിൽ ഒരുത്തൻ തെറി വിളിച്ചാൽ ഞങ്ങൾ പണിഷ്മെന്റ് വരെ കൊടുക്കും. മറ്റേ വീലൊക്കെ കറക്കി ഷഡ്യാട്ടമൊക്കെ ആടും. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഗ്യാങ്ങാ എന്റെ. മനസ്സിലായ? അതിനെപ്പറ്റി നിങ്ങളൊക്കെ പറയുമ്പോ എനിക്ക് വിഷമം വരും. എന്തായാലേ ലോൾ ലോളാക്കി കളത്.